ഹല്ലേലൂയ. ആമേൻ. നമുക്ക് ആദ്യം ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളൊക്കെ നമ്മൾ വഴി നടത്തിയൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ അധരങ്ങളെ തുറന്ന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, യേശു കർത്താവേ സ്തുതിക്കുന്നു. കർത്താവ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കർത്താവ് ഞങ്ങളെ വഴി നടത്താനായിട്ട് നന്ദി പറയുന്നു. കർത്താവ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ലോകത്തിലൊക്കെ ആയിരുന്നപ്പോൾ ഹല്ലേലൂയ അശുദ്ധമായിട്ട് എന്തെങ്കിലും ഞങ്ങളുടെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ അങ്ങ് കർത്താവ് ഈ പകൽക്കാലം ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ ഹൃദയങ്ങളെ, എൻ്റെ കണ്ണിനെ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അശുദ്ധമായിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവെ കർത്താവെ എന്നെ ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കായ്ക്കാത്ത ഏതെങ്കിലും കൊമ്പ് ഇന്ന് എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ കർത്താവെ അതെല്ലാം അങ്ങ് ചെത്തി വെടിപ്പാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് വചനം പറയുന്നു, ഞാൻ എൻ്റെ കണ്ണുകളെ പർവ്വതങ്ങളിലേക്ക് ഉയർത്തും. ഹല്ലേലൂയ. എൻ്റെ സഹായം എവിടെ നിന്ന് വരുന്നു? എൻ്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച യഹോവയിൽ നിന്നത്രേ. ഹല്ലേലൂയ. ഏതെങ്കിലും പ്രയാസത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ എന്നെ കാണുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. വചനം പറയുന്നു, യഹോവയുടെ കണ്ണ് എല്ലായിടത്തുമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് എന്നെ അറിയുന്നൊരു ദൈവമുണ്ട്. എൻ്റെ ചിന്തകളെ, ഞാൻ ഇരിക്കുന്നതും എഴുന്നേക്കുന്നതും എല്ലാം ശോധന ചെയ്ത് അറിയുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. എന്തെങ്കിലും പ്രയാസങ്ങൾ കടന്നു വന്നാൽ ഹല്ലേലൂയ വചനം പറയുന്നു, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിലെ ആശ്രയിക്കുന്നതാണ്. ഹല്ലേലൂയ. ഇന്നെൻ്റെ ആശ്രയമായ യഹോവയിലാണ്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ യാത്ര ചെയ്യുന്ന ആ പടക് കാറ്റും തിരമാലകളാലും വന്നടിച്ചാലും ഞാൻ ഭയപ്പെടില്ല. കാരണം ഇന്നെൻ്റെ ആശ്രയം എൻ്റെ യഹോവയിലാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എനിക്ക് ആ ദൈവം മാത്രം മതി, ആ യേശു മാത്രം മതി. ഹല്ലേലൂയ. ഇന്ന് ഹൃദയം കലങ്ങിയവരുണ്ടെങ്കിൽ ഹല്ലേലൂയ വചനം പറയുന്നു, യഹോവ ശാലോം. ഹല്ലേലൂയ. എൻ്റെ സമാധാനം. നമുക്ക് ഉറപ്പോടെ ഒന്ന് പറയാവോ? യഹോവ ശാലോം, എൻ്റെ സമാധാനം. ഹല്ലേലൂയ. യഹോവ ശാലോം, എൻ സമാധാനം നൽകുന്നു ശാന്തി എന്നിൽ. യഹോവ ശാലോം, യഹോവ ശാലോം, എൻ സമാധാനം നൽകുന്നു ശാന്തി. മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി. നമുക്ക് ഈ നിമിഷം ആരാധനയിലായിരിക്കുമ്പോൾ, നമുക്ക് ആരാധനയിലേക്ക് കടക്കുമ്പോൾ ഞാൻ ആ ദൈവത്തെ വചനത്തിൽ നിന്ന് ദൈവം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മളിപ്പോൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമുക്കറിയാം നമ്മളുടെ പലരും പല ഹൃദയങ്ങളോടെ അല്ലെങ്കിൽ പല വിഷമത്തോടെ അല്ലെങ്കിൽ ചിലർ സന്തോഷത്തോടെ ആയിരിക്കും കടന്നു വന്നിരിക്കുന്നത്. എന്നാൽ ഇത് ദൈവത്തെ ആരാധിക്കുന്നത് ഇതുമായി ഒരു ബന്ധവുമില്ല. ആമേൻ. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാണെന്ന് അറിയില്ല. ഞാൻ സന്തോഷത്തിലാണെങ്കിലും ഞാൻ ദൈവത്തെ ആരാധിക്കും, ഞാൻ സങ്കടത്തിലാണെങ്കിലും ഞാൻ ദൈവത്തെ ആരാധിക്കും. ഇത് ഒരിക്കലും ഞാൻ പാടുന്നതോ അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന ആരുടെയും കാര്യമല്ല. ഞാൻ സന്തോഷത്തിലായിരിക്കുന്നതോ അല്ലെങ്കിൽ ഞാൻ സങ്കടത്തിലായിരിക്കുന്നതോ ഒന്നും അല്ല ഇവിടെ കാര്യം. എന്റെ കർത്താവ് എല്ലാ പ്രശംസയ്ക്കും യോഗ്യനാണ്. ഹല്ലേലൂയ. എല്ലാ മഹത്വത്തിനും യോഗ്യൻ എന്റെ കർത്താവാണ്, എല്ലാ സ്തുതിക്കും യോഗ്യൻ എന്റെ കർത്താവാണ്. അതുകൊണ്ട് ഞാൻ ഏതൊരവസ്ഥയിലായിരുന്നാലും, നമുക്കറിയാം പൗലോസും ശീലാസും ആ കാലുകൾ ബന്ധിച്ച് ഹല്ലേലൂയ ആ തടവുകളിലായിരുന്നപ്പോൾ അവർക്ക് പരസ്പരം മുന്നിട്ടിരിക്കാമായിരുന്നു, അല്ലെങ്കിൽ ദൈവത്തെ പഴിച്ചുകൊണ്ടിരിക്കാമായിരുന്നു, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പറയുന്ന പോലെ ഇതിന്റെ വിധി എന്ന് പറഞ്ഞ് അവിടെ സമാധാനിച്ചിരിക്കാമായിരുന്നു. എന്നാൽ അവരതൊന്നുമല്ല ചെയ്തത്. അവിടെയെല്ലാം അവർ സങ്കടത്തിലായിരുന്നപ്പോഴും അവിടെ അവർ വിലാപത്തിലായിരുന്നപ്പോഴും അവിടെ പാടി സ്തുതിച്ചു ദൈവത്തെ. ഹല്ലേലൂയ. ആരെങ്കിലും ഇപ്പോൾ ദൈവത്തെ പാടി സ്തുതിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. എന്റെ അവസ്ഥ എന്തുമായിക്കൊണ്ട് അത് നോക്കണ്ട. കർത്താവിനെ ആരെങ്കിലും പാടി സ്തുതിക്കുന്നോ ആരാധിക്കുന്നോ അവിടെ കർത്താവിന്റെ അത്ഭുതം കാണാൻ പറ്റും. ആമേൻ. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആ വിശ്വാസത്തോടെ എന്റെ കർത്താവിനെ ആര് പാടി സ്തുതിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ആ സൗഖ്യം ഹല്ലേലൂയ. ആ കർത്താവിനെ പാടി സ്തുതിച്ചും തുള്ളിയും അവിടുന്ന് കടന്നുപോയെന്ന് ദൈവവചനം പറയുന്നു. ആമേൻ. ആ സൗഖ്യം ആഗ്രഹിക്കുന്നവർ ഹല്ലേലൂയ. എന്റെ അവസ്ഥയ്ക്ക് മാറ്റം ആഗ്രഹിക്കുന്നവർ ഈ നിമിഷം ആ ഉപേക്ഷിച്ച് യോഗ്യനായ നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. ആരാധനായ
ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തെക്കുറിച്ച് യഹോവയായ കർത്താവ് പറയുന്ന ഒരു വാക്യങ്ങളാണ് നമ്മൾ കേട്ടത്. അവിടെ അതിൻ്റെ 15-ാം വാക്യം പറയുമ്പോൾ, അവരുടെ പിതാക്കന്മാരോട് കൽപ്പിച്ചയച്ച ഈ പ്രമാണം അവർ അനുസരിച്ചില്ല. എന്നാൽ നിങ്ങളോ ഇന്ന് തിരിഞ്ഞ് ഓരോരുത്തൻ തൻ്റെ കൂട്ടുകാരൻ്റെ വിമോചനം പ്രസിദ്ധമാക്കിയതിനാൽ എനിക്ക് ഹിതമായത് പ്രവർത്തിച്ചു. എൻ്റെ നാമം വിളിച്ചിരിക്കുന്ന ആലയത്തിൽ വെച്ച് എൻ്റെ മുമ്പാകെ ഒരു നിയമം ചെയ്തു. എങ്കിലും നിങ്ങൾ വ്യത്യാസം കാണിച്ച് എൻ്റെ നാമത്തെ അശുദ്ധമാക്കി ഓരോരുത്തൻ ഇഷ്ടം പോലെ പൊയ്ക്കൊള്ളുവാൻ വിമോചനം കൊടുത്ത് അയച്ചിരുന്ന തൻ്റെ ദാസനെയും ദാസിയെയും മടക്കി വരുത്തി ദാസന്മാരാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. 6 സംവത്സരം വേല ചെയ്താൽ 7-ാം സംവത്സരം തൻ്റെ ദാസന്മാരെയും മടക്കി അയക്കണം എന്നാണ് ദൈവം കൊടുത്ത കൽപ്പന. എന്നാൽ അവർ ആലയത്തിൽ കടന്നു എന്ന് ഒരു നിയമം ചെയ്ത് ഞങ്ങളതനുസരിച്ചു എന്ന് പറഞ്ഞു. എന്നാൽ ആലയത്തിനു വെളിയിൽ കടന്നപ്പോൾ അവർ ആ കൽപ്പന ലംഘിച്ച് മടക്കി അയച്ച ദാസന്മാരെ തിരിച്ചു വരുത്തി തങ്ങളുടെ ദാസന്മാരാക്കി വീണ്ടും മാറ്റി. ഹല്ലേലൂയ. ആലയത്തിൽ വെച്ച് അവർ കൽപ്പന അനുസരിച്ചെന്ന് വരുത്തി തീർത്തു, അല്ലെങ്കിൽ അവർ അഭിനയിച്ചു. ഹല്ലേലൂയ. എന്നാൽ ആലയത്തിന് പുറത്ത് ചെന്ന് അവൻ്റെ കൽപ്പന ലംഘിച്ച് അവരെ വീണ്ടും ആ അടിമകളാക്കി സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇപ്രകാരം പറയുന്നു, കാളയുടെ നടുവിൽ കുട്ടിയുടെ പിളർപ്പ് കടന്നുപോയ യഹൂദ പ്രഭുക്കന്മാരെയും ഷണ്ഡന്മാരെയും ആ ദേശ സകല ജനത്തെയും ഞാൻ ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ഹല്ലേലൂയ. ആലയത്തിൽ വെച്ച് കൽപ്പന അനുസരിച്ചെന്ന് അഭിനയിക്കുകയും അത് വരുത്തി തീർക്കുകയും ചെയ്ത ജനം പുറത്ത് കടന്ന് തങ്ങളെ ഇഷ്ടത്തിന് വേണ്ടി ദൈവകൽപ്പന ലംഘിച്ച് അവരെ തിരിച്ച് ആ ദാസന്മാരാക്കി മാറ്റി. ഇന്ന് ദൈവസഭയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മൾ ഇന്ന് നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്യുമ്പോൾ, നമ്മൾ ആലയത്തിൽ വിശുദ്ധന്മാരാണ്, ജനങ്ങളുടെ ഇടയിൽ നമ്മൾ വിശുദ്ധന്മാരാണ്. എന്നാൽ ആലയത്തിന് പുറത്ത് ആ കർത്താവിൻ്റെ കൽപ്പന നമ്മുടെ ഹൃദയപ്രകാരം നമ്മൾ അനുസരിക്കുന്നവരാണോ? ഹല്ലേലൂയ. ഇന്ന് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ ആരാധിപ്പാനാണ്. ആ ദൈവ സ്നേഹത്തോടെയാണോ നമ്മളൊന്ന് കടന്നു വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അത് വരുത്തി തീർക്കുവാനാണോ? നമ്മുടെ സഹോദരി സഹോദരന്മാരെ ജീവനെ തുല്യം സ്നേഹിക്കുന്ന കൽപ്പന പറയുമ്പോൾ, ഹല്ലേലൂയ, നമ്മൾ ആ ഹൃദയ യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്നാണോ നമ്മൾ അവരെ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ അത് വരുത്തി തീർക്കുന്നവരായിട്ടാണോ? കർത്താവിന് കൊടുക്കുമെന്ന് പറയുമ്പോൾ ആ ഹൃദയത്തിൽ നിന്നാണോ നമ്മൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ അഭിനയിക്കുന്നവരായി അത് വരുത്തി തീർക്കുന്നവരായിട്ടാണോ? ഇന്ന് കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അതാണ് മത്തായി സുവിശേഷം 15-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, എൻ്റെ ജനമോ അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നുവെങ്കിലും അവരുടെ ഹൃദയം പൂർണ്ണ ഹൃദയത്തോടെയാണോ നമ്മൾ ദൈവത്തെ അനുസരിക്കുന്നത്? ഹല്ലേലൂയ. ഇന്ന് നമ്മൾ പാടി, എൻ്റെ ജീവനേക്കാൾ അധികമായി ഞാൻ എൻ്റെ യേശുവിനെ സ്നേഹിക്കുന്നു പറയുമ്പോൾ പുറത്തിറങ്ങി, ഹല്ലേലൂയ, നമ്മൾ നമ്മുടെ സമ്പത്തിലും നമ്മുടെ വിദ്യാഭ്യാസത്തിലുമാണോ നമ്മൾ ആശ്രയിക്കുന്നതെങ്കിൽ നമ്മുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നു. ഹല്ലേലൂയ. എല്ലാം കർത്താവ് നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നത്, നമ്മൾ അനുഷ്ഠിക്കാൻ പറഞ്ഞതെല്ലാം ദൈവസ്നേഹത്തിൽ നിറഞ്ഞല്ല ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, പിളർപ്പ് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പിളർന്നത്, ആ ക്രൂശിൽ നമുക്ക് അടിപ്പെട്ടുകൾ മരിച്ചത് നമ്മൾ ഇന്ന് ഓർക്കുമ്പോൾ കർത്താവ് പറയും, നിങ്ങളുടെ ഹൃദയങ്ങളെ ശോധന ചെയ്തിട്ട് വേണം
നിങ്ങൾ ഈ അപ്പത്തിൽ നിന്നും പാനം ചെയ്യുവാൻ. ഒരിക്കൽ കൂടി നമ്മളൊന്ന് ശോധന ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, ഇവർക്ക് പറ്റിയ തെറ്റ് നമ്മളും ആവർത്തിക്കുന്നവരാണോ? ആലയിൽ വെച്ചൊരു നിയമം അവർ ചെയ്തുവെന്ന് അവർ അഭിനയിച്ച് അവർ പുറത്തുപോയി അതേ നിയമം ലംഘിക്കുന്നു. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി നമ്മുടെ കണ്ണുകളെ ഒന്ന് അടക്കാം. നമുക്ക് ആ ദൈവത്തിന് മുമ്പിൽ ഒരിക്കൽ കൂടി നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് ശോധന ചെയ്താൽ. ആലയത്തിൽ പുറത്താണ് നമ്മുടെ ജീവിതം. ഹല്ലേലൂയ. അവിടെ നമ്മൾ എത്രത്തോളം കർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്, എത്രത്തോളം അവൻ്റെ കൽപ്പനകളോട് നമ്മൾ സ്നേഹത്തോടെ ഇടപെടുന്നുണ്ട്. ഹല്ലേലൂയ. സഹോദരന്മാർ തമ്മിൽ ശ്രേഷ്ഠന്മാരെ നിന്നുവിനെന്ന് നമ്മളെക്കുറിച്ച് പറയുമ്പോൾ അത് നമ്മുടെ വാക്കിലും മാത്രം ഒതുങ്ങുന്ന സ്നേഹമാണോ നമ്മൾ ഹൃദയത്തിലുള്ളത്? അല്ലെങ്കിൽ ആ സഹോദരനെ നമ്മൾ ശ്രേഷ്ഠന്മാരെന്ന് ഹല്ലേലൂയ ഹൃദയത്തിൽ നിർണയിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും നമ്മുടെ ഹൃദയം ആ ദൈവം നകന്നു പോയിട്ടുണ്ടെങ്കിൽ, കർത്താവേ, ആലയത്തിന് പുറത്ത് തെറ്റിപ്പോയിട്ടുണ്ട്, വാക്കിൽ, പ്രവൃത്തിയിൽ, ചിന്തകളിൽ തെറ്റിപ്പോയിട്ടുണ്ട്. കർത്താവേ, മടങ്ങി വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആ ക്രൂശിലെ രക്തത്താൽ, ആ ക്രൂശിൽ പിളർന്ന യേശുവിൻ്റെ രക്തത്താൽ ഞങ്ങളെ ഒന്ന് കഴുകണമേ എന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, സ്നേഹവാനായ ദൈവം നമ്മളെ കഴുകുവാൻ ശക്തനാണ്, മടക്കി വരുത്തുവാൻ ശക്തനാണ്. യേശുവിനെ ജീവൻ നൽകി വീണ്ടും ജീവന് ജീവിപ്പാൻ തക്കവണ്ണം ദൈവം മതിയായവനാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗത്തിൽ നല്ല പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവ്, ഇന്ന് കർത്താവിൻ്റെ മേശയുടെ മുമ്പാകെയായിരിക്കുമ്പോൾ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച മരണ അടക്ക പുനരുദ്ധാനത്തെക്കുറിച്ച് ഞങ്ങൾ ഓർക്കുമ്പോൾ, കർത്താവ്, ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ശോധന ചെയ്യുന്നപ്പ, ഹല്ലേലൂയ, ഞങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ സ്നേഹിക്കുവാൻ പലപ്പോഴും ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ പൂർണ്ണ ഹൃദയ സ്നേഹിക്കുവാൻ കർത്താവിൻ്റെ ഞങ്ങളോട് കൽപ്പിച്ച കൽപ്പനകൾ ആ പൂർണ്ണ ഹൃദയം അനുസരിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാം അക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും കർത്താവേ ഞങ്ങളുടെ പ്രവൃത്തികളായി വരുവാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരെയും ബലപ്പെടുത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പോൾ, കർത്താവായ യേശു രക്തത്തെ ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകൾക്കായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിനെന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവരെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിക്കപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. നമുക്ക് കർത്താവിൻ്റെ മേശയിലേക്ക് കിടക്കാം. എല്ലാവരും പ്രാർത്ഥനയോടെയും സ്തോത്രത്തോടെയും ആയിരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തോടും മനുഷ്യരോടും നല്ല മനസ്സാക്ഷിയോട് ജീവിക്കുന്ന ഏവർക്കും ഈ അപ്പവിൽ നിന്നും പാനം ചെയ്യാവുന്നതാണ്. അങ്ങനെയല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പ്രാർത്ഥനയോടെ തങ്ങളുടെ സ്ഥാനങ്ങളിലായിരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇപ്പോൾ ശുശ്രൂഷമാ കടന്നു നമ്മളെ സഹായിക്കും. പ്രാർത്ഥിക്കാം നമുക്ക്. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ താഴ്ത്തുകയാണ്.
ദൈവത്തിൻ്റെ വചനം ഞങ്ങളോട് സംസാരിക്കുകയും ഞങ്ങൾ അതിൽ നിന്ന് ഞങ്ങൾ എടുക്കേണ്ടത് ഏറ്റെടുക്കുവാനും മാറേണ്ടത് മാറുവാനും ചെത്തിക്കളയേണ്ടത് ചെത്തിക്കളയുവാനും ഞങ്ങളെ ക്രിസ്തുവിനെ പോലെ രൂപാന്തരപ്പെടുത്തി ക്രിസ്തുവിനെ പോലെ ആക്കി തീർക്കുവാൻ ദൈവത്തിൻ്റെ പദ്ധതിയെ ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തിരുസന്നിധിയിൽ ഞങ്ങളെ വീണ്ടും താഴ്ത്തിക്കൊണ്ട് മഹത്വം ഞങ്ങൾ അങ്ങേക്ക് നൽകുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഞങ്ങൾ കുറച്ച് യാത്രയിലൊക്കെ ആയിരുന്നു. കുറേ നാൾ കഴിഞ്ഞിട്ട് പിന്നെയും ഇവിടെ വരുവാൻ ദൈവം ഞങ്ങളെ അനുവദിച്ചു. എല്ലാവരുടെയും മുഖത്തൊരു സന്തോഷം കാണണം എനിക്ക്. ഞാൻ ഒരു പാസ്റ്റർ എന്നോട് പറഞ്ഞ്, ഞാൻ ശുശ്രൂഷിക്കാൻ വരുമ്പോൾ എനിക്ക് ആൾക്കാരുടെ മുഖത്തൊരു പുഞ്ചിരി കണ്ടില്ലെങ്കിൽ എനിക്ക് ശുശ്രൂഷിക്കാൻ പറ്റില്ല. താങ്ക് യു. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ജോയ് അനോയിൻറ്റിങ് ഉണ്ട്. ഒരു സന്തോഷത്തിൻ്റെ അഭിഷേകം പുള്ളിയിൽ നിന്ന് ഇങ്ങനെ എല്ലാവരിലേക്കും ഇങ്ങനെ വ്യാപരിക്കും. അപ്പോൾ എല്ലാവരും അത് ഏറ്റെടുക്കുമ്പോൾ എല്ലാവരുടെയും മുഖത്ത് നല്ല സന്തോഷമാണ്. ആമേൻ. കർത്താവിൻ്റെ സന്തോഷം അതാണ്. കർത്താവ് നമ്മളെ വിളിക്കുന്നത് സന്തോഷിക്കുവാനാണ്. ഹല്ലേലൂയ. അടുത്ത ആളെ തൊട്ടിട്ട് പറ, അല്ലെങ്കിൽ ഒന്ന് കൈവച്ചിട്ട് പറ, സന്തോഷിക്കുക, എപ്പോഴും സന്തോഷിക്കാൻ പറ. റിജോയ്സ് ഓൾവേസ് ആൻഡ് അഗെയിൻ ഐ സേ റിജോയ്സ്. അതാണ് നമ്മുടെ ദൈവത്തിൻ്റെ ആ സാന്നിധ്യം. നമ്മുടെ എവിടെയൊക്കെ ഉണ്ടോ കൂട്ടായ്മയിൽ എപ്പോഴും സന്തോഷമാണ്. നമുക്ക് വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് ഇല്ലെന്നില്ല, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ നടുവിൽ ദൈവം നമുക്ക് ആ ഒരു ആത്മാവിനെ തന്നിട്ടുണ്ട്, സന്തോഷത്തിൻ്റെ ആത്മാവിനെ തന്നിട്ടുണ്ട്. ആ സന്തോഷത്തിൻ്റെ ആത്മാവാണ് നമുക്ക് ആ സന്തോഷം പകരുന്നത്. ആമേൻ. അപ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് 2 കൊറിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം നമുക്കെടുക്കാം. 2 കൊറിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം. മോനെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുമോ? വരിക. 18-ാം വാക്യം. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ഇന്നത് വലിയൊരു മർമ്മം. അത് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് കർത്താവിനെ പോലെ ആയിത്തീരുവാനാണ്. അടുത്ത ആൾ പറ, കർത്താവിനെ പോലെ ആയിത്തീരണമെന്ന് പറ. കർത്താവ് 10,000-ങ്ങളെക്കാളും സുന്ദരനാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും അതുപോലെ ആയിത്തീരണം. ആമേൻ. അതാണ് നമ്മൾ പുഞ്ചിരിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഭംഗി കൂടും. ശരിയല്ലേ? എല്ലാം ഇങ്ങനെയൊക്കെ ഇരുന്നുണ്ടെങ്കിൽ പിന്നെ ആൾക്കാർക്ക് അങ്ങോട്ടും ഒരു മോശമായിരിക്കും. എപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷം പകരുന്നവരും കർത്താവിൻ്റെ സന്തോഷം പ്രാപിച്ച് കൊടുക്കുന്നവരുമായിരിക്കണം. അപ്പോൾ കർത്താവ് നമ്മളെ കർത്താവിനെ പോലെ ആക്കി തീർക്കുവാൻ ഒരു പദ്ധതി ഇട്ടിട്ടുണ്ട്. നമുക്കറിയാമോ, ഏദൻ തോട്ടത്തിൽ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ 1-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ പറയുന്നത്, അവൻ അവൻ്റെ പ്രതിച്ഛായയിൽ അവരെ സൃഷ്ടിച്ചു. ഹല്ലേലൂയ. അപ്പോൾ അവൻ്റെ പ്രതിച്ഛായ. സോ ഗോഡ് ക്രിയേറ്റഡ് മാൻ ഇൻ ഹിസ് ഓൺ ഇമേജ്. ഇൻ ദ ഇമേജ് ഓഫ് ഗോഡ് ഹി ക്രിയേറ്റഡ് ഹിം, മെയിൽ ആൻഡ് ഫീമെയിൽ ഹി ക്രിയേറ്റഡ് ദം. ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ഇത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. ദൂതന്മാരുണ്ട്, നമുക്ക് കാണാമറയത്ത് ഇഷ്ടം പോലെ നമ്മൾ കാണാത്ത അനേകം വാഴ്ചകളുണ്ട്, പ്രിൻസിപ്പാലിറ്റീസ് ഉണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ദൈവം നമ്മെ സൃഷ്ടിച്ചത് അവൻ്റെ പ്രതിച്ഛായയില. അതാണ് മനുഷ്യൻ്റെ പ്രത്യേകത. മനുഷ്യനെ ദൈവത്തിൻ്റെ പ്രതിച്ഛായയിൽ. അതുകൊണ്ടാണ് നമുക്ക് വികാരങ്ങളുള്ളത്, നമുക്ക് തീരുമാനമെടുക്കുവാനുള്ള ശക്തിയുണ്ട്. മൃഗങ്ങൾക്കില്ലാത്ത ഒരു വലിയ ശക്തിയാണ്, നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റും. ഹല്ലേലൂയ. നമുക്ക് ചില പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ പറ്റും. നമുക്ക് ക്രിയാത്മകമായിട്ട് ക്രിയേറ്റിവിറ്റി ഉണ്ട് നമുക്ക്. ഹല്ലേലൂയ. എന്നോട് ഒരാൾ പറഞ്ഞില്ല, കാക്കയും കൂടുണ്ടാക്കും, മനോഹരമായിട്ടുണ്ടാക്കും, പക്ഷെ കാക്കയ്ക്ക് അതിനെ ആവിഷ്കരിക്കാൻ പറ്റില്ല. കാക്ക മനോഹരമായിട്ട് ഉണ്ടാക്കണം. ദൈവത്തിൻ്റെ ഒരു പ്രത്യേക കഴി കാക്കയ്ക്ക് എല്ലാ പക്ഷികളും കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ അവിടെ ഒരു പ്രത്യേകിച്ച് ഒരു പക്ഷി ഒരു കൂട് കൂട്ടിയിട്ട് എന്ത് മനോഹരമായിട്ട് ഉണ്ടാക്കിയാണ്. പക്ഷെ അത് ആവിഷ്കരിച്ച് വേറൊരു രീതിയിൽ ഉണ്ടാക്കാൻ പറ്റില്ല. എന്നാൽ ദൈവം എനിക്കും നിങ്ങൾക്കും ക്രിയേറ്റിവിറ്റി, അതായത് ക്രിയാത്മകമായിട്ട് നമുക്കതിനെ ആവിഷ്കരിച്ച് അതാണ് പഴയ കാലത്തുള്ള വീടുകളും ഇന്നത്തെ വീടുകളൊക്കെ വ്യത്യാസമുണ്ട്. കാരണം എന്താ?
പല രീതിയിൽ ആവിഷ്കരിച്ചു. ഇന്നിപ്പോൾ മൊബൈൽ ഫോൺ, ഞങ്ങളുടെ കാലത്ത് മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞ സാധനം ഞങ്ങൾ വോക്കി ടോക്കി പണ്ട് കണ്ടിട്ടുണ്ട്, പോലീസുകാർക്ക് ഉണ്ടായിരുന്ന സാധനം. അത് ഒരു കാര്യം പറയുമ്പോൾ ആദ്യം ഓവർ പറയണം, എന്നല്ല മറ്റേ ആൾക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരാൾ കോളിംഗ് കൺട്രോൾ ഓവർ എന്ന് പറഞ്ഞാൽ മറ്റേ പിന്നെ അത് ഓഫ് ചെയ്യുക, എന്നിട്ട് മറ്റേ ആൾ സംസാരിക്കണം. അപ്പോൾ അങ്ങനത്തെയൊക്കെ അന്നത്തെ കാലത്തുള്ളൂ. ഇന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ക്യാമറമാനൊന്നും വേണ്ട, ആൾക്കാർ ഇന്ന് മൊബൈൽ ഫോൺ കടക്കടക്കെന്ന് അടിക്കണം. എന്താണെന്ന് വ്യത്യാസം നോക്കിക്കേ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ആവിഷ്കരിച്ച് ദൈവം നമുക്ക് തന്ന ആ വലിയ ദൈവത്തിൻ്റെ ആ പരിജ്ഞാനവും ജ്ഞാനവും എല്ലാം മനുഷ്യന് തന്ന് മനുഷ്യനെ ദൈവത്തെ പോലെ, ദൈവം സൃഷ്ടാവായതുപോലെ നമ്മൾക്കും പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് എന്താക്കാം, ആവിഷ്കരിച്ച് നമുക്ക് ഉണ്ടാക്കുവാൻ ദൈവം നമുക്കതിൻ്റെ ബുദ്ധി തന്നു. ഹല്ലേലൂയ. പക്ഷെ ഇതെല്ലാം ആയപ്പോൾ എന്തു പറ്റിയെന്നറിയാമോ? നമ്മൾ ദൈവത്തെ മറന്ന് നമ്മൾ ബുദ്ധിമാന്മാരാണെന്നുള്ള ചിന്ത വന്ന് നമ്മൾ ദൈവത്തെ പയ്യെ തള്ളിക്കളഞ്ഞ് ദുഷ്ടലോകത്തിലേക്ക് അല്ലെങ്കിൽ ദുഷ്ടലോകമായിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം ഇല്ലാത്തതാണ് ദുഷ്ടത. ശ്രദ്ധിക്കുക, ദൈവമുള്ളതല്ല ദുഷ്ടത, ദൈവമില്ലാത്ത. അതുകൊണ്ടാണ് ഇന്ന് ഈ ലോകത്തിൻ്റെ പ്രഭുവായ പിശാച്, കണ്ട, ഈ ലോകത്തിൻ്റെ പ്രഭു ദൈവമല്ല, ഈ ലോകത്തിൻ്റെ പ്രഭുവായ പിശാച് ജനങ്ങളെ മുഴുവനും സ്വാധീനിച്ച് അവൻ്റെ രീതിയിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം അതിൻ്റെ മധ്യേ ചില വ്യക്തികളെ എഴുന്നേൽപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സുനീഷെ, അടുത്ത യൂത്ത് മീറ്റിംഗ് റെഡിയാക്കിക്കോ. കാരണം നമുക്ക് കുറേ പേരെ കർത്താവിലേക്ക് കൊണ്ടുവരണം. നമുക്ക് ആരെയും വലിച്ചൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. ദൈവത്തിൻ്റെ വെളിപ്പാട് കിട്ടാതെ ഒരാൾക്ക് പോലും കർത്താവിലേക്ക് വരുവാൻ സാധ്യമല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എവിടെയൊക്കെ നമുക്ക് സുവിശേഷം പറയാൻ അവസരം കിട്ടുമോ പറയണം. ദൈവമാണ് അവരുടെ കണ്ണ് തുറക്കുന്നത്, ദൈവമാണ് അവർക്ക് വെളിപ്പാട് കൊടുക്കുന്നത്, ദൈവം അവരെ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് കൊണ്ടുവരുവാൻ സകല ജനങ്ങളെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പദ്ധതിയിൽ നമ്മളും ഉൾപ്പെട്ടു. അപ്പോൾ ദൈവം നമ്മളിൽ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫിലിപ്പിയർ അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം പറയുന്നത് എന്താ പറയുന്നത്? ഞാൻ നിങ്ങളിൽ തുടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ തുടങ്ങി വച്ചിരിക്കുന്ന അല്ലെങ്കിൽ തുടർമാനമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ക്രിസ്തുവിൻ്റെ നാൾ വരെയും അതിൻ്റെ പൂർത്തി, 5-ാം വാക്യം ഒരു മലയാളത്തിൽ, ഇംഗ്ലീഷിൽ 6ആണ്. അപ്പോൾ അതിൻ്റെ പൂർത്തീകരണത്തിൽ കൊണ്ടുവരുന്നതാണ്. മലയാളത്തിനെ നോക്കി 1-ാം നാൾ മുതൽവരെയും സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾക്കുമുള്ള കൂട്ടായ നിമിത്തം. അടുത്ത വാക്യം, ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയൊക്കെയും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ. അടുത്ത വാക്യം 6-7-ാം വാക്യമായിരിക്കും. കൃപയിൽ എനിക്ക് കൂട്ടാളികളായ നിങ്ങളൊക്കെയും എൻ്റെ ബന്ധത്തിലും സുവിശേഷത്തിൻ്റെ പ്രതിവാദത്തിലും 4-ലാണല്ലോ, സോറി, ഒരു വ്യത്യാസമുണ്ട്. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുകയും എന്ന് ഉറപ്പായി വിശ്വസിച്ചും ഇരിക്കുന്നു. അപ്പോൾ ദൈവം നമ്മളിൽ ഒരു പണി ആരംഭിച്ചിട്ടുണ്ട്. എന്താ പണി? പണി വേറെ ഒന്നുമല്ല, പിശാച് നമ്മളിൽ ചെയ്ത സകല തരത്തിലുള്ള എന്താ പറയുന്ന ഊടായ്പ് പണിയെന്ന് ഞാൻ പറയും. നമ്മളെല്ലാവരും അവൻ്റെ രീതിയിലാക്കി തീർത്ത് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ, എൻ്റെയും നിങ്ങളുടെ എല്ലാവരുടെ ഉള്ളിൽ ചെറുതായിട്ടെങ്കിലും, ഇപ്പോൾ നമ്മൾ വിശ്വാസത്തിൽ വന്നിട്ട് പോലും ചെറുതായിട്ടെങ്കിലും ആ പഴയ പ്രകൃതം ഇടയ്ക്കിടയ്ക്ക് ഉയർന്നു വരുന്നുണ്ട്. പക്ഷെ അടുത്ത ആൾ ക്ഷമിക്കണമെന്ന് പറ, നമ്മൾ അറിയുന്നില്ല. കാരണം ഇതിൻ്റെ ടെക്നിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിശാചിൻ്റെ ടെക്നിക്ക് എന്താ? പിശാചിൻ്റെ ആ ഉള്ളിലുള്ള ആഗ്രഹം എന്ന് പറയുന്നത്, അവൻ വീണത് എങ്ങനെയാണ്? ദൈവം പിശാചിനെ ഉണ്ടാക്കിയതൊന്നുമല്ല. ദൈവം അവനെ നമ്മളെപ്പോലെ തന്നെ വേറൊരു സൃഷ്ടിയായിട്ട് ഉണ്ടാക്കിയത്, അവനെ ആരാധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണെങ്കിൽ അവൻ്റെ ഉള്ളിൽ നിഗളം വന്നപ്പോൾ, അവൻ ദൈവത്തെക്കാൾ ഉയരണമെന്നൊരു ചിന്ത വന്നപ്പോൾ അവൻ താഴെയിട്ട് ഇപ്പോൾ എന്താ ചെയ്യുന്നറിയോ? ദൈവത്തിൻ്റെ പ്രിയ സൃഷ്ടികളായ മക്കളായ നമ്മുടെ മേൽ അവൻ കളിക്കിയിട്ട്, നമ്മളാണ് അവൻ്റെ പ്ലേ ഗ്രൗണ്ട്. അപ്പോൾ നമ്മളെല്ലാവരെയും മയക്കി അവൻ ആദിമ പിതാവായ ആദാമിനെ തട്ടിച്ചു, പറ്റിച്ചു, കൗശലമായി വഞ്ചിച്ചു. ഇതെല്ലാം ചെയ്തപ്പോൾ ഇനി എന്നെയും നിങ്ങളെ എന്ത് ചെയ്യാൻ പോവാ? നമ്മുടെ ഉള്ളിൽ ആ ചിന്ത, നമ്മുടെ ഉള്ളിൽ ഇന്ന് ആ മനുഷ്യൻ്റെ ഉള്ളിൽ ആ പിശാചിൻ്റെ സെയിം ചിന്ത, ദൈവത്തെക്കാൾ ഞാൻ കേമനാണെന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ആരുടെ മുമ്പിൽ താഴാൻ ബുദ്ധിമുട്ടാണ്. നീ ആരാടാന്ന് ചോദിക്കും. നീ പോടാ, നിൻ്റെ പണി നോക്കണമെന്ന് പറയും. നമുക്ക് ആർക്കും താഴാൻ ഇഷ്ടമല്ല. കാരണം എന്താ അറിയോ? ഞാൻ രാജാവാണെന്നുള്ള ചിന്ത നമ്മുടെ എല്ലാവരുടെയും, ഞാൻ ദൈവമാണെന്നാണ് ശരിക്കുള്ള ചിന്ത. അപ്പോൾ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? ദൈവം നമ്മളെ ഓരോരുത്തരെയും അവൻ്റെ വഴിയിൽ നമ്മളെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ദൈവത്തോട് സഹകരിച്ച്
നമ്മൾ ദൈവത്തിൻ്റെ ആ പ്രതിച്ഛായയിൽ ഞാനും നിങ്ങളുമായി, നമ്മൾ അതാണ് ആദ്യം കുറിവാക്യം വായിച്ചത്. 2 കൊരിന്ത്യർ അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം ഒന്നും കൂടെ നമുക്ക് വായിക്കാം നമുക്ക് ഒന്നും കൂടെ. എന്താ അവിടെ പറയുന്നത്? കുറിവാക്യം ഒന്നുകൂടെ വായിക്കാം. 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരം. എന്നതിൻ്റെ അർത്ഥം എന്താ അറിയാമോ? തേജസ്സിന്മേൽ തേജസ് നാം കൂടെ കൂടെ, അതായത് ഒരു പ്രക്രിയയാണ്. ദിസ് എ പ്രോസസ്. ദൈവം കർത്താവ് നമ്മളെ വിളിക്കുമ്പോൾ നമ്മളെ എല്ലാവരെയും പണിയുവാൻ വേണ്ടി വിളിക്കുക. അപ്പോൾ ഞാനും നിങ്ങളും കർത്താവിനായി നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോഴാണ് കർത്താവിന് പണിയാനുള്ള ഒരു ചാൻസ് കിട്ടുന്നത്. നിങ്ങളുടെ മക്കൾ ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങോട്ട് വരില്ല, ഇങ്ങോട്ട് വാടാന്ന് വിളിച്ചാൽ അങ്ങോട്ട് പോകും. അപ്പം നമ്മൾ ആദ്യം അവനെയൊക്കെ ഒന്ന് വഴിക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു വടിയൊക്കെ എടുക്കും. എന്നിട്ട് 2 അടിയെ കൊടുത്തു കഴിയുമ്പോൾ എനിക്ക് വരാം. പ്രത്യേകിച്ച് 2 വയസ്സിലെ പിള്ളേരോട് ഒരു കാര്യം പറഞ്ഞാൽ അവൻ നേരെ ഓപ്പോസിറ്റേ ചെയ്യുള്ളൂ. ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞാൽ താൻ പോടാണെന്ന് പറയും. കുഞ്ഞുങ്ങൾ പറയാം. കാരണം അവൻ്റെ ഉള്ളിൽ എന്തുണ്ട്? അവൻ്റെ ഉള്ളിനെ ആരും പഠിപ്പിച്ചതല്ല. അവൻ്റെ ഉള്ളിൽ റിബല്യൻ, അതായത് എതിർക്കണം എന്നുള്ള ചിന്ത അവൻ്റെ ഉള്ളിൽ അവൻ ജനിച്ചപ്പോഴേ, ഇല്ലെങ്കിൽ അവൻ്റെ അമ്മയുടെ വയറ്റിൽ ഉരുവാകുമ്പോൾ തന്നെ ഉണ്ട്. അതല്ലേ അവൻ ജനിക്കുമ്പോൾ എല്ലാവരും കൺട്രോൾ ചെയ്യണത്. ജനിച്ചു വീഴുമ്പോൾ ആരാ കൺട്രോൾ ചെയ്യണം? അവനാ. ആ കുഞ്ഞങ്ങോട് കൺട്രോൾ ചെയ്യും. അവൻ അവൻ പിശാചിൻ്റെ ആ പ്രകൃതം കാണിക്കണം. ഞാൻ രാജാവാണെന്ന്. അവൻ കുറേ കഴിയുമ്പോഴുണ്ടല്ല, നമ്മൾ പറയടാ മോനെ, ഇവിടെ വേറെ രാജാക്കന്മാരൊക്കെ ഉണ്ട്, ഇത് കണ്ട. അപ്പം നമ്മുടെ മസിൽ പവറൊക്കെ നമ്മൾ കാണിച്ച് അവനെ ഒന്ന് പേടിപ്പിച്ച് അവനെ വഴിക്ക് കൊണ്ടുവരുന്നത്. എന്നിട്ട് നമ്മൾ അവനെ അവനെന്ത് ചെയ്യും? നമ്മൾ ശരിക്കും അവനെ ട്രെയിൻ ചെയ്ത് പഠിപ്പിക്കുകയാണ്. അവനോട് പറയാണ്, മോനെ നീ അല്ല രാജാവ്. നിനക്ക് കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്, നിനക്ക് വായിൽ ഭക്ഷണം തരുന്ന ആൾക്കാരുണ്ട്, നിന്നെ നോക്കുന്ന ആൾക്കാരുണ്ട്. ഇതെല്ലാം നീ അറിയണമെന്ന് പറഞ്ഞ് അവനെ പയ്യെ ക്രമത്തിൽ അവനെ പഠിപ്പിച്ച്, ധൃതിയല്ല, വളരെ പതുക്കെ. ശരിയല്ലേ? ധൃതി പിടിച്ച് അവനെ പഠിപ്പിക്കാൻ പറ്റുമോ? അവനെ വളരെ സാവധാനം പഠിപ്പിച്ച് അവനെ ക്രമത്തിൽ കൊണ്ടുവരികയാണ്. ഇത് തന്നെ കർത്താവ് ചെയ്യുന്നു. മനസ്സിലായില്ലേ? കർത്താവ് ഇത് തന്നെ നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ആ മർക്കടമുഷ്ടിയും നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും നമുക്കുണ്ടാകുന്ന ഭാരങ്ങളും നമുക്ക് ഞാൻ എന്നൊക്കെ പറയണ അതൊക്കെ ഉണ്ടല്ലോ, ദൈവം പയ്യെ നമ്മളെ വിട്ട് പണിയും. അപ്പം ഞാനും നിങ്ങളും ആ ക്രമത്തിൽ പണിയുവാനായി എന്നെയും നിങ്ങളെ എന്ത് ചെയ്യണം? കർത്താവിന് വിട്ടുകൊടുക്കുക. 1 യോഹന്നാൻ്റെ സുവിശേഷത്തിൽ, 1 യോഹന്നാൻ്റെ ലേഖനത്തിൽ, അവിടെ 3-ാം അധ്യായത്തിൽ 2-ാം വാക്യം പറയുന്നത് അവൻ്റെ പണി പൂർത്തിയാക്കുന്നത് ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് എന്താണെന്ന് അറിയാമോ? 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം ഒന്ന് വായിച്ചേ. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. കണ്ട, എത്ര പേര് ദൈവമക്കളാണ് ഇവിടെ? നാം ഇന്നത് ആകും എന്ന് ഇതുവരെയും പ്രത്യക്ഷമായിട്ടില്ല. കാരണം നമുക്കറിയില്ല, എപ്പോഴും നമുക്ക് എങ്ങനെ ആയിത്തീരും നമുക്കറിയില്ല. എന്നിട്ട് അവിടെ പറയുന്നു, അവൻ പ്രത്യക്ഷനാകുമ്പോൾ, കർത്താവിൻ്റെ 2ാമത്തെ വരിൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകെ കൊണ്ട് അവനോട് സാദൃശ്യമാരായ ഇല്ലെങ്കിൽ ആകും എന്ന് നാം അറിയുന്നു. അപ്പോൾ അവൻ്റെ അതേ സാദൃശ്യത്തിൽ നമ്മൾ ആകാൻ പോവാം. എപ്പോഴാ? കർത്താവിൻ്റെ വരവ്. അപ്പോൾ കർത്താവിൻ്റെ വരവിങ്കൽ ആകുകയാണെങ്കിൽ നമ്മൾ അതിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് കണ്ണടച്ച് പറഞ്ഞേ, കർത്താവേ, എനിക്ക് ആ വഴിയിൽ നടന്ന് എനിക്ക് അങ്ങേ പോലെ ആയിത്തീരണം, എനിക്ക് കർത്താവിനെ പോലെ ആയിത്തീരണം. ഇത് പ്രാർത്ഥിക്കാൻ എളുപ്പമായിട്ടാ. പണിയുണ്ടേ, അടുത്ത ആൾ പറ പണി വരുന്നുണ്ടെന്ന് പറ. ഇനി അടുത്ത ആൾ വന്നിട്ട് വല്ലതും ഒരു അഭിപ്രായം പറഞ്ഞാൽ വരാന്ന് കുരക്കരുത് കേട്ടാ.
അതെന്താ നോക്കണേ? നമ്മൾ പറഞ്ഞു എന്നെ പണിയണമെന്ന് പറഞ്ഞു. ദൈവം പണിയുന്നത് എങ്ങനെയാ? അല്ല, എങ്ങനെയാ പണിയുന്നത്? മെത്തേഡ് ഉണ്ട് കർത്താവിന് പണിയാൻ. ഒന്ന്, നമുക്ക് സ്വയം കർത്താവിൻ്റെ സന്നിധിയിൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു പ്രാർത്ഥനയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ നമ്മുടെ ബലഹീനതകളെല്ലാം നമ്മൾ പറയണം. പാസ്റ്റർമാർക്ക് വളരെ ബുദ്ധിമുട്ടാണ് പറയാൻ, കാരണം നമുക്ക് ബലഹീനത ഒന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ ആ കൂട്ടത്തിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ, ആ കൂട്ടത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളവിടെ പാസ്റ്ററൊന്നുമില്ല, പാസ്റ്ററമ്മയൊന്നുമില്ല, ഒന്നുമില്ല. അവിടെ നമ്മൾ സാധാരണ വ്യക്തിയായിട്ട് അവിടെ ചെല്ലണത്. അപ്പോൾ ഞാൻ അവിടുത്തെ എൻ്റെ കൂടെ കുറച്ച് പിള്ളേരുണ്ടായിരുന്നു, ആരൊക്കെയോ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ മുമ്പിൽ നമ്മുടെ ബലഹീനത, ഞാൻ എവിടെയൊക്കെയാണ് ഞാൻ വെല്ലുവിളികളുള്ളത്, സ്ട്രഗിൾ ചെയ്യുന്നത്, ഇതെല്ലാം ഞാൻ പറയണം. ധൈര്യം ഉണ്ടോ പറയാം? അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ധൈര്യം വരും. എൻ്റെ കർത്താവേ, എൻ്റെ ഉള്ളിലുള്ള പ്രയാസങ്ങൾ, എൻ്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ, ഞാൻ നേരിടുന്ന വെല്ലുവിളികൾ, ഞാൻ നേരിടുന്ന പാപ സ്വഭാവത്തിനോടുള്ള മൽപ്പിടുത്തം, ഇതെല്ലാം നമുക്ക് പറയാൻ ഒരു മടിയും പാടില്ല. ഇതിനാണ് ദൈവം സഭയെ വെച്ചിരിക്കുന്നത്. ഒരാളുടെ നിന്ന് ഉപദേശം കിട്ടാനോ, ഒരാളുടെ നിന്ന് തിരുത്തൽ കിട്ടാനോ, ഞാൻ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞ് ഇത്ര നാൾ കൊണ്ട് എന്നെ ദൈവം പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാം കേൾക്കണം, ഒന്നും തിരിച്ചു പറയരുത്. അങ്ങനെ എന്ന് പറഞ്ഞാൽ നമ്മൾ ദേവദാസന്മാരെ മാനിക്കേണ്ടെന്നല്ല, ദേവദാസന്മാരെ മാനിക്കണം കേട്ടോ. മാനിച്ചില്ലെങ്കിൽ അതിനുള്ള കർത്താവിൽ നിന്ന് കിട്ടിക്കോളും. അപ്പോൾ നമ്മൾ സൂക്ഷിക്കണം. അതൊക്കെ നമ്മൾ വളരെ കെയർഫുള്ളാണ്. ഇതെല്ലാം നമ്മൾ കർത്താവ് എല്ലാം ക്രമത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ദേവദാസൻ ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അവിടെ ഭംഗത്തിന് മീറ്റിംഗ് കടന്നു വന്നപ്പോൾ എനിക്ക് എൻ്റെ ബലഹീനതകൾ പറയാൻ പോയി. എനിക്ക് ചില പ്രാർത്ഥന വിഷയങ്ങളുണ്ട്. എനിക്കൊരു പ്രാർത്ഥന വിഷയമുണ്ട്. എനിക്ക് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ചില സമയത്ത് ചിന്തകളെല്ലാം വന്ന് ക്ലട്ടേഡ് മൈൻഡായി പോണ്. എനിക്ക് പലതും കർത്താവിൻ്റെ സന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടുകൂടി എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ആർക്കെങ്കിലും വല്ല പ്രശ്നമുണ്ടോ? ഇല്ലേ? എനിക്ക് മാത്രമേ ഉള്ളൂ. നല്ല കാര്യം. അപ്പോൾ എനിക്ക് അങ്ങനത്തെ പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് ആർക്കും ഇല്ല. എനിക്ക് ആ പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ് എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. കാരണം എന്താ, 100 കാര്യങ്ങൾ എൻ്റെ തലയിൽ ഇങ്ങനെ കടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ സന്നിധി പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഏകാഗ്രതയോടുകൂടി പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഉള്ള കാര്യം പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്ത്, 2-3 പേര് എൻ്റെ തലയിൽ കൈവച്ചിട്ട് യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ മനസ്സ് ക്ലിയർ ആകാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ പറയട്ടെ, പിറ്റേ ദിവസം പോലെ ഞാൻ റെഡിയായി. പിന്നെ കർത്താവിൻ്റെ സന്നിധി ഇരിക്കുമ്പോൾ കാരണം ഞാൻ എൻ്റെ പാപം ഞാൻ ഏറ്റു പറഞ്ഞപ്പോൾ, എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ടത്? എൻ്റെ പാപം ഞാൻ ഏറ്റു പറഞ്ഞപ്പോൾ 2-3 പേരേക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എന്തു പറ്റി? ഞാനിപ്പോൾ കർത്താവിൻ്റെ സന്നിധി മിനിഞ്ഞാന്ന് 2-3 ദിവസം മുമ്പ് കർത്താവിൻ്റെ സന്നിധി ഇന്നിരുന്ന് ഞാൻ രാവിലെ കൊണ്ട് പ്രാർത്ഥിക്കാൻ പോയി. എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം വളരെ ശക്തമായിട്ട് അനുഭവപ്പെട്ടു. ഹല്ലേലൂയ. ആർക്കെങ്കിലും വല്ല ബലഹീനത ഉണ്ടെങ്കിൽ ഒരു മടിയും പിടിയേക്കണ്ട. ആരെയാണ് നമ്മൾ നോക്കേണ്ടത്? എന്നോട് അവിടെ ഒരു ദേവാസൻ, വളരെ പ്രായമായിട്ടുള്ള ദേവാസം വന്നിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നിട്ട്, എനിക്ക് ഒരു പോർണോഗ്രാഫിയുടെ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു പ്രയാസമുണ്ട്. എനിക്ക് ഈ അശ്ലീലം കാണാനുള്ള ഒരു വ്യഗ്രത ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വരുന്നുണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു തലമൂത്ത ദേവാസം പറയാ. ഞങ്ങൾ പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇതെന്തിനാ പറയണമെന്നറിയാമോ? നമ്മുടെ ബലഹീനതകളെല്ലാം നമുക്ക് തുറന്നു പറയാൻ ഒരു നല്ല സുരക്ഷിതമായിട്ടുള്ള, ഇനി നാളെ പോയിട്ട് കണ്ട കേട്ട ഇത് പറയാൻ വേണ്ടിയല്ല. കർത്താവ് ശരിക്കും കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതിനകത്ത് അത് ആദ്യമായി നയിച്ച ആൾ പറഞ്ഞ്, ഇവിടെ എൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യം ഒരാളുടെ പേര് പോലും പുറത്തേക്ക് പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി നിൻ്റെ മേൽ വന്ന് വീഴും. വേർപ്പിച്ചിട്ട് പറഞ്ഞ്, അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി പിശാച് നിൻ്റെ മേലെ വന്ന് കയറുന്നു. അതാണ് പലരുടെയും മേലിൽ പിശാചൊക്കെ വന്ന് കയറുന്നത്. ഞാനിത് പറയാൻ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ പലരും എൻ്റെ അടുത്ത് ഈ ഡെലിവറൻസിന് വേണ്ടി എൻ്റെ അടുത്ത് വരും. നിങ്ങളെന്താ? അല്ല പാസ്റ്ററെ, ഞാനൊന്നും ചെയ്തില്ല. നീ ചെയ്തില്ല, പക്ഷെ എന്താ കുഴപ്പമെന്നറിയാമോ? പലപ്പോഴും ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ ആ പിശാചുകളൊക്കെ നിന്നെ നോട്ടം വെച്ചിരിക്കുക, നിന്നെ മലത്തിയിട്ടടിക്കും. എത്രയൊക്കെ ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട്? കർത്താവിനെ പോലെ ആയിത്തീരാനെ വിളിച്ചിട്ട് നമ്മുടെ വിളി അതാണ്. ഹല്ലേലൂയ. എൻ്റെ പ്രധാനപ്പെട്ട വിളി എന്ന് പറയുന്നത് അവനെ പോലെ ആയിത്തീരുക എന്നതാണ്. കർത്താവിന് നമ്മുടെ വേലയൊന്നും വേണ്ട. വേലയൊക്കെ കൈരിക്കട്ടെ എന്ന് പറയും. ഏത് വേല? മറ്റേ വേല.
നമ്മുടെ ഉടായ്പ വേല ഉണ്ടല്ലോ, അത് കർത്താവിന് വേണ്ട. കർത്താവിന് വേണ്ടത് നീ പൂർണ്ണമായിട്ട് അവൻ്റെ മുമ്പിൽ കീഴ്പ്പെട്ട് എനിക്ക് യേശുവിനെ പോലെ ആയിത്തീരണം. നിന്റെ ഫസ്റ്റ് ആൻഡ് ദ ഫോർമോസ്റ്റ് വിളി ഇതാണ്. അല്ലാണ്ട് നമ്മുടെ വലിയ വലിയ ഇവിടെ പ്രസംഗിച്ച് നീ പേരുണ്ടാക്കാൻ വേണ്ടിയൊന്നും അല്ല. ഇവിടെ ആരെയും എന്നെ വിളിച്ചിട്ടില്ല. അതിന് അവിടെ ചെല്ലുമ്പോൾ കർത്താവ് എടാ മോനെ നീ എന്നെ പോലെ ആയി തീർന്നെനിക്ക് മാറി നിൽക്കണമെന്ന് പറയും. എത്ര നോക്കുമ്പോൾ ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ട്. നമ്മുടെ സർക്കസ് ഒന്നും അവിടെ നടക്കത്തില്ല. അത് ഭാരത് സർക്കസിൽ പോയി ചെയ്യാൻ പറയും. ഇവിടെ വന്നിട്ടുണ്ട്, അവിടെ കേട്ട് ഭാരത് സർക്കസ് വന്നിട്ടുണ്ടെന്ന്. അവിടെ പോയി ചെയ്തോളാൻ പറയും. ഇവിടെ എൻ്റെ മുമ്പിൽ ഒരു സർക്കസ് ഓടൂല. അല്ല ഞാൻ പാസ്റ്ററാണ്, നീ പാസ്റ്ററായാലും കൊള്ളാം, സെൻട്രൽ പാസ്റ്ററായാലും കൊള്ളാം, നീ എന്തായാലും കൊള്ളാം, എനിക്കതൊന്നും വിഷയമില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നമുക്ക് എല്ലാവർക്കും തുല്യമായിട്ട് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ആ രൂപാന്തരത്തിന് വേണ്ടി വിട്ടുകൊടുത്തില്ല. ഇന്ന് ഞാൻ വേറെ ഒന്നും മറക്കണ്ട, കർത്താവിനെ പോലെ ആയിത്തീരണം. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വിളി. നമ്മളെ ആരാധിക്കുന്നത് എന്തിനു വേണ്ടിയാ? ഞാൻ ആരെ ആരാധിക്കുന്നു, ആരാധിക്കുന്നവനെ പോലെ ഞാൻ ആയിത്തീരും. നിങ്ങൾക്ക് ആരോണെങ്കിലും ആരാധിക്കാം. കല്ലിനെ ആരാധിക്കാം, മണ്ണിനെ ആരാധിക്കാം, മൃഗത്തെ ആരാധിക്കാം, പാമ്പിനെയും കോണീനെയും എന്ത് വേണമെങ്കിലും ആരാധിച്ചോ. എന്തിനെ ആരാധിക്കുന്നോ അതേ സ്വഭാവം എന്നിലേക്കും നിങ്ങളിലേക്കും വരും. അതുകൊണ്ട് പരിശുദ്ധനായ ദൈവത്തെ നീ ആരാധിച്ചാൽ നിന്റെ ഉള്ളിലേക്ക് വിശുദ്ധി കടന്നു വരും. പൂർണ്ണനായ ദൈവത്തെ ആരാധിച്ചാൽ നിന്റെ ഉള്ളിലേക്ക് സമ്പൂർണത കയറി വരും. എൻ്റെ ദൈവം സൽഗുണ സമ്പൂർണനായ ദൈവമാണെന്ന് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന് 48-ാം വാക്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ സകല സമ്പൂർണനായ ദൈവത്തെ ആരാധിച്ചാൽ എല്ലാ കാര്യത്തിലും ഞാനും സൽഗുണ സമ്പൂർണനായി തീരും. ഐ വിൽ ബി കംപ്ലീറ്റ് ബിക്കോസ് മൈ ലോർഡ് ഇസ് പെർഫെക്റ്റ്. ഹല്ലേലൂയ. ആ പെർഫെക്റ്റ് ആയിട്ടുള്ള അതാണ് ഈ ട്രൂത്ത്. എപ്പോഴും നമ്മളിപ്പോൾ ആൾക്കാർ പറയുന്നത് സത്യം എന്നൊരു സാധനം ഇല്ലെന്നാണ് ഇപ്പോഴത്തെ ചൊല്ല്. ഭയങ്കര റിലേറ്റീവാണ്. ട്രൂത്ത് എന്ന് പറഞ്ഞ സാധനം റിലേറ്റീവാണ്. പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയുന്നതല്ല. ട്രൂത്ത് ഈസ് അബ്സല്യൂട്ട് ബിക്കോസ് ട്രൂത്ത് ഈസ് എ പേഴ്സൺ. സത്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. അവൻ്റെ പേര് യേശു എന്നാണ്. ഹല്ലേലൂയ. അപ്പം ഞാനും നിങ്ങളും ഇന്ന് ആ പ്രക്രിയയിലേക്ക്, ദൈവം നമ്മളെ മാറ്റുന്ന ആ പ്രക്രിയയിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായി സമർപ്പിക്കുക. ദൈവം എന്നെയും നിങ്ങളെയും അവൻ്റെ രൂപത്തിലും അവൻ്റെ പ്രതിച്ഛായയിലും അതേ പ്രതീകത്തിലും എന്നെ ആക്കി തീർക്കും നിശ്ചയം. പീരിയഡ്. ഫുൾ സ്റ്റോപ്പ്. അത് വേറെ ചോദ്യമില്ല. അപ്പോൾ ഇന്ന് ഞാനും നിങ്ങളും കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ ആകുവാൻ ഇറങ്ങി. അപ്പോൾ ദൈവം 3 രീതി പണിയും. 1, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം. 2, ജീവിത സാഹചര്യങ്ങൾ. മനസ്സിലായോ? ജീവിത സാഹചര്യങ്ങൾ നമുക്ക് കൺട്രോളില്ല. 3, അപ്പുറം ഇപ്പുറമുള്ള വ്യക്തികളെ നോക്കിക്കേ, അവരാണ്. പക്ഷേ മാറാൻ തയ്യാറായിരിക്കണം, ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കണം. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും നിങ്ങൾ സംസാരിക്കാനുള്ള പെർമിഷൻ കൊടുത്തിട്ടുണ്ടോ? ഇല്ലെന്ന് പറയൂ അല്ലേ? അവിടെ എത്തില്ല. യു വിൽ നോട്ട് റീച്ച് ദ കർത്താവിൻ്റെ സന്നദ്ധി എത്തില്ല. ഞാനും കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ പ്രതിച്ഛായിലിരിക്കുന്ന വ്യക്തികളെ ദൈവം നൽകിയിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തോട് സംസാരിക്കാൻ ഒരു 5-6 പേരെങ്കിലും വേണം. ഞാൻ കേൾക്കൂല, അവിടെ എത്തില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടാ? ഞാൻ പറയുമ്പോൾ നിസ്സാരാക്കി കളയട്ടെ. ഞാൻ ചിലപ്പോൾ തമാശ രൂപത്തിലാണ് പറയുന്നത്. പക്ഷേ ഇത് സാധനം വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇഫ് യു ഡോണ്ട് ഹാവ് എനിബഡി ടു സ്പീക്ക് ഇൻ ടു യുവർ ലൈഫ്, യു ആർ നോട്ട് ഗോയിങ് ടു ബി ബിൽട്ട് അപ്പ്. നിങ്ങൾ പണിയപ്പെടുന്നില്ല. ഞാൻ പാസ്റ്ററാണ്. ഞാൻ കേരളത്തിന് ചുമതല വഹിക്കുന്ന എന്നോട് കുറേ പേര് സംസാരിക്കും. ദർ ആർ മെനി പീപ്പിൾ ഹു സ്പീക്ക് ഇൻ ടു മൈ ലൈഫ്. ഞാൻ അതിന് അനുവാദം കൊടുത്തിട്ടുണ്ട്. ഞാൻ കോൺഗ്രിഗേഷനിൽ പറയും, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എൻ്റെ ഒരു തെറ്റ് എന്നെ ചൂണ്ടിക്കാണിക്കാം, പക്ഷെ അത് പബ്ലിക്കായിട്ട് പറയരുത് മാത്രമേ ഉള്ളൂ. കാരണം എന്താ? പബ്ലിക്കായിട്ട് പറയാനത് നല്ലതല്ല. ആരുടെ തെറ്റും പബ്ലിക്കായിട്ട് പറയരുത്. പബ്ലിക്കായിട്ട് പറഞ്ഞാൽ നിൻ്റെ മേൽ ശിക്ഷ വരും. അപ്പോൾ രഹസ്യമായിട്ട്, പാസ്റ്ററെ
എനിക്കൊരു പ്രശ്നമുണ്ട്, പാസ്റ്ററിൻ്റെ ഒരു തെറ്റ് ഞാൻ പറയാൻ പോകും. പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ അവിടെ എത്തേണ്ട ആളല്ലേ, എനിക്ക് പുറകെ കണ്ണില്ലെന്ന്. ഐ ഡോണ്ട് ഹാവ് ഐസ് ബിഹൈൻഡ് മീ. നിങ്ങൾക്ക് കണ്ണുണ്ടോ? എനിക്കില്ല. എൻ്റെ പുറകിൽ ചെളി പറ്റി ആരെങ്കിലും പറഞ്ഞു തരണ്ടേ? അതിനാ ദൈവം കൂട്ടായ്മ വെച്ചിരിക്കുന്നത്. ഒറ്റയ്ക്ക് കർത്താവിനെ ആരാധിക്കാൻ പറ്റില്ല മക്കളെ. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഒറ്റയ്ക്ക് കർത്താവിനെ ആരാധിക്കാൻ പറ്റില്ല. യു കനോട്ട് വർഷിപ്പ് ഗോഡ് അലോൺ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആരാധിക്കാൻ പറ്റും, പക്ഷെ നിങ്ങളുടെ പൂർണ്ണത എത്തില്ല. പൂർണ്ണത വരണമെങ്കിൽ കൂട്ടായ്മ വേണം. കർത്താവ് നമ്മളെ കൂട്ടത്തിലിട്ടാ പണിയണത്. അതിനാ പാസ്റ്റർ വെച്ചിരിക്കുന്നത്. അപ്പോൾ പാസ്റ്റർ എന്തിനും പറയണമെങ്കിൽ ശ്രദ്ധിച്ച് കേട്ടോളാം കേട്ടാ. റെഡി ആണോ? ആ, ഇല്ലെങ്കിൽ വീട്ടിൽ അപ്പനും അമ്മയുടെ ആവശ്യമില്ലായിരുന്നു. കുഞ്ഞു പറയും, അപ്പനും അമ്മയും തന്നെ പാട്ടിനോ ഞാൻ ജീവിച്ചോളാം എന്ന് പറയും. ആ, ഹല്ലേലൂയ. ശ്രദ്ധിച്ചോളാം ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ. കർത്താവിൻ്റെ സന്നിധിയിൽ ഉയർച്ച വരണമെങ്കിൽ നിങ്ങൾ കർത്താവിൻ്റെ ക്രമത്തിൽ തന്നെ വളരണം. അപ്പോൾ ഞാനിന്ന് 6 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു തീർക്കും എന്താ ചെയ്യേണ്ടത്. ഒന്നാമത്തെ കാര്യം, ദൈവം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ എന്താ കാര്യം എന്നറിയാം. ദൈവം നമ്മളെ ഇതുപോലെ പണിയുമ്പോഴും നമുക്കൊരു പ്രശ്നമുണ്ട്. നമ്മൾ കർത്താവിനെ സ്വീകരിച്ചു, ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും കർത്താവിനെ സ്വീകരിച്ചവരാണെന്ന് വിശ്വസിക്കുന്നു. ഇല്ലാത്തവരാണെങ്കിൽ കർത്താവിനെ സ്വീകരിക്കണം. കർത്താവിനെ സ്വീകരിച്ചു, നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ തീരുമാനമെടുത്തു. അപ്പോസ്തലപ്രവൃത്തി 26-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം നമ്മൾ പറയുന്നത്. അപ്പോസ്തലപ്രവൃത്തി എവിടെയെങ്കിലും അടുത്തുണ്ടെങ്കിൽ ഒന്ന് വായിക്കാമോ? 18-ാം അധ്യായത്തിൻ്റെ അതെ 18-ാം വാക്യം എന്താ പറയണത്? 16-ാം വാക്യം മുതൽ 18 വായിച്ചാൽ മതി. 18 വായിച്ചാൽ മതി. എന്താ പറയുന്നത്? ആ ആ ആ ദിക്ക് അവിടെ പറയുന്നത് അവരുടെ കണ്ണ് തുറക്കുവാൻ. നമ്മളെങ്ങനെയാ കർത്താവിലേക്ക് വന്നത്? ഇവിടെ പറയുന്നത് എങ്ങനെയാ? അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന്. നമുക്കതെല്ലാം കിട്ടിയതല്ലേ? ഇല്ലാത്തവരാരെങ്കിലും ഉണ്ടോ? ഇല്ലേ? കിട്ടിയില്ല? എന്നാ പറഞ്ഞുതരാം. ഹല്ലേലൂയ. നമുക്ക് ശുദ്ധീകരിക്കപ്പെട്ടവരുടെ മധ്യത്തിൽ അവകാശവും നാം പ്രാപിച്ചിരിക്കുക. അവിടെ പറഞ്ഞത് എന്തിനാണ്? ലഭിക്കേണ്ടതിന് എൻ്റെയും നിങ്ങളുടെയും കണ്ണ് തുറന്നു. ഈ കണ്ണല്ല, നമ്മുടെ അകക്കണ്ണ് തുറന്നു. അങ്ങനെയല്ലേ കർത്താവിനെ സ്വീകരിച്ചത്? ഞാൻ തേരാപാരം നടന്ന ആളാ, കർത്താവിനെ അറിയാതെ നടന്ന ഒരാളാ ഞാൻ. പക്ഷേ ഒരുവൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സുവിശേഷം കേട്ടപ്പോൾ ദൈവം എൻ്റെ കണ്ണ് തുറന്നു. അങ്ങനെ കണ്ണ് തുറന്നപ്പോഴാണ് ഇത് സത്യമാണെന്ന് മനസ്സിലായത്. ഇവിടെ പറയുന്നത് അത് തന്നെയാണ്. അത് മാത്രമല്ല, വെളിച്ചത്തിലേക്ക് സാത്താൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് ഞാൻ തിരിഞ്ഞു. എല്ലാവരും പറഞ്ഞേ, സാത്താൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക്, അല്ലെങ്കിൽ ദൈവത്തിങ്കിലേക്ക് ഞാൻ തിരിഞ്ഞു. കൊലോസ്യർ 1:13 പറയുന്നത്, ഇരുട്ടിന്റെ അവകാശത്തിൽ നിന്ന് നിന്നെ ദൈവത്തിന്റെ സ്വന്തം പുത്രനായ യേശുവിന്റെ രാജ്യത്തിൽ നിന്നെ ആക്കി. ഞാൻ സാത്താൻ, നിങ്ങളൊക്കെ എനിക്കറിയാൻ പാടില്ല, ഞാൻ സാത്താന്റെ രാജ്യത്തിൽ വളരെ ആക്റ്റീവായിരുന്നു. അങ്ങനെ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? സാത്താന്റെ രാജ്യത്തിലുള്ളവർ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല ഇല്ല ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഒരാളുണ്ടായിരുന്നു. മക്കളാ, ഞാൻ പിശാചിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആളാ. അപ്പൊ സാത്താന്റെ രാജ്യത്തിൽ നിന്ന് എൻ്റെ കണ്ണ് തുറന്ന് ഞാൻ ദൈവം എന്ത് ചെയ്ത് എന്നെ അവിടെ നിന്ന് പെറുക്കിയെടുത്ത് ഈ രാജ്യത്തിലാക്കി തീർത്തു. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ എല്ലാ ഞായറാഴ്ച ആരാധിക്കാൻ തുടങ്ങി. പിന്നെ ഞായറാഴ്ച ആരാധിക്കാൻ തുടങ്ങി, അടുത്ത ഞായറാഴ്ച ആരാധിക്കാൻ തുടങ്ങി. ഒരു മാറ്റവും ഇല്ല. ക്ലിയറായ ഞാൻ പറയുന്നത്? ഭയങ്കര ആരാധനയാണ്, പക്ഷെ ആരാധന കൊണ്ടൊന്നും മാറ്റമില്ല. എന്താ കാരണം എന്നറിയാമോ? മാറ്റം വരണമെങ്കിൽ അതിന് ചില ക്രിയകൾ ചെയ്യാനുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ആദ്യത്തെ പ്രക്രിയ എന്ന് പറഞ്ഞാൽ 6 ഞാൻ പറയാൻ പോവാം, എഴുതി വെച്ചു, വളരെ ഇമ്പോർട്ടൻ്റാണ്. ഒന്നാമത്തത്, നമ്മൾ ആത്മാവിൽ ജീവിച്ചവരായി തീരണം. അത് കർത്താവിനെ സ്വീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ആ ഒരു
ആ ഒരു കാര്യത്തിൽ വന്നു കഴിഞ്ഞു. പക്ഷേ നമ്മൾ തുടർമാനമായിട്ട് നമ്മളെ തന്നെ ജീവിപ്പിക്കാൻ നമ്മൾ അനുവദിച്ചില്ല എങ്കിൽ ഉറങ്ങിപ്പോവും. ഒന്നുകൂടെ പറയാം ഞാൻ, ഇഫ് യു ഡു നോട്ട് അലൗ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ടു വർക്ക് ഇൻ യുവർ ലൈഫ്, ദൈവത്തിൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുവാൻ നിങ്ങൾ അനുവാദം കൊടുത്തില്ല എങ്കിൽ നിങ്ങൾ മയക്കത്തിൽ പോകും, ഇല്ലെങ്കിൽ ചിലപ്പോൾ ചത്തും പോകും. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ആത്മാവിൽ ജീവിക്കുക എന്നാണ്. അപ്പോൾ ആത്മാവിൽ നമ്മൾ ജീവിക്കുക എന്ന് പറയുമ്പോൾ ആത്മാവിൻ്റെ സാന്നിധ്യം, അതാണ് എഫീസ്യറിൽ പറയുന്നത്, 5-ാം അധ്യായത്തിൽ പറയുന്നത്, ഉറങ്ങുന്നവനെ ഉണരുക, ക്രിസ്തു നിന്നിൽ പ്രകാശിക്കട്ടെ. നിന്റെ ക്രിസ്തുവിൻ്റെ പ്രകാശം നിരന്തരമായി എൻ്റെ മുഖത്ത് വന്ന് വീഴണം. ഒളിച്ചിരുന്നാൽ പറ്റില്ല. അതെങ്ങനെയാണ് വരുന്നത്? അതുകൊണ്ടാണ് ഞാൻ കൂട്ടായ്മയിൽ വരുന്നത്. കൂട്ടായ്മ ഒരിക്കലും മുടക്കരുത്. പാസ്റ്റർ കൂട്ടായ്മയിലേക്ക് വിളിക്കുമ്പോൾ വരണം. കാരണം എന്താ? ക്രിസ്തുവിനെ നിരന്തരമായിട്ട് എൻ്റെ മുഖത്ത് പ്രകാശിപ്പിക്കണമെങ്കിൽ ഞാൻ കൂട്ടായ്മയിൽ കടന്നു വരണം. അപ്പോൾ കൂട്ടായ്മയിൽ കടന്നു വരുമ്പോൾ അവൻ്റെ ആത്മാവ്, ഇല്ലെങ്കിൽ അവൻ്റെ സാന്നിധ്യം, ഇല്ലെങ്കിൽ അവൻ്റെ അതേ ആ വെളിച്ചം എൻ്റെ മേൽ പ്രകാശിക്കാൻ തുടങ്ങും. ആമേൻ. അപ്പോൾ ഒന്നാമത്തെ കാര്യം അതാണ്, ആത്മാവിൽ ജീവിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ എഫീസ്യരിൽ പറയുന്നത്, പാപത്തിലും അകൃത്യത്തിലും മരിച്ചവരായ നിങ്ങളെ, 2-ാം അധ്യായത്തിൽ പറയുന്ന 1 വാക്യം 6-ാം വാക്യം പറയുന്നത്, പാപത്തിലും അകൃത്യത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെ ക്രിസ്തുവിൽ ജീവിപ്പിച്ചു. മലയാളത്തിലുണ്ടാവുന്ന എനിക്കറിയാൻ പാടുള്ളത്, ഇംഗ്ലീഷിൽ ചെയ്യണത് ഹി മേഡ് യു അലൈവ്, എന്നെ ജീവിപ്പിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ പ്രായമായിട്ട് എനിക്ക് ജീവൻ വന്നത്. ആർക്കിങ്ങനെ പിന്നെ തളർന്ന അവസ്ഥ വേണ്ട, കർത്താവിൽ വന്നാൽ മതി, ജീവൻ പ്രാപിക്കും. ചിലർ 35 വയസ്സാകുമ്പോൾ തന്നെ, പ്ലീസ്, കർത്താവ് ജീവന്റെ ആളാ. കള്ളൻ വരുന്നത് അറപ്പാനും മുടിപ്പാനും മോഷ്ടിക്കുവാനാണെങ്കിൽ ഞാൻ വന്നത് ജീവനും, അടുത്ത ആൾ പറ, സമൃദ്ധമായിട്ടുള്ള ജീവൻ യേശുവിലുണ്ടെന്ന് പറ. അടുത്ത ആൾ പറ, സമൃദ്ധമായിട്ടുള്ള ജീവൻ യേശുവിലുണ്ട്. തളർന്നു ആരും ഇല്ലാട്ടോ ഇവിടെ. യേശുവിൻ്റെ നാമത്തിൽ തളർന്നു കുത്തി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. യേശുവിൻ്റെ നാമത്തിൽ ജീവന്റെ ആത്മാവ്, ലൈഫ്, ഡള്ളല്ല, ലൈഫ് പ്രാപിക്കണം കർത്താവിൻ്റെ സന്നിധി. കർത്താവേ, ആ ജീവന്റെ ആത്മാവ് എന്നിലേക്ക് പകരണമേ. ഞാൻ മരിച്ചു കിടക്കേണ്ട ആളല്ല, ഡള്ളായിട്ടിരിക്കേണ്ട ആളല്ല, ബോറടിച്ചിരിക്കേണ്ട ആളല്ല. ജീവന്റെ ആത്മാവ് തുടിച്ചു വരട്ടെ. ജീവന്റെ തുടിപ്പ് എന്നിൽ എപ്പോഴും ഉണ്ടാകണം. ഹല്ലേലൂയ. ഏത് പ്രായമാണെങ്കിലും. മോശ 80 വയസ്സായപ്പോൾ മോശ തളർന്നു പോയോ? കണ്ണ് ചിമ്മി ആകെ ഡള്ളായി പോയാ? ഇങ്ങനെ ആയാ? എന്തുകൊണ്ടാ? ദൈവസന്നിധി ഇരിക്കുന്ന ഒരു ദൈവ പൈതല് ഏതു നേരവും എന്താണ്? ചുറുചുറുക്കോടുകൂടി ജീവന്റെ ആത്മാവ് വ്യാപരിക്കുന്നവരാണ്. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, ആത്മാവിൽ നടക്കണം. ആത്മാവിൽ നടക്കുക എന്ന് പറയുന്നത് ആത്മാവ് പ്രാപിച്ചാൽ മാത്രം പോരാ, ആത്മാവിൽ തുടരണം. ഹല്ലേലൂയ. ഈ ആത്മാവിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റാ. ആത്മാവ്, ദൈവം നമുക്ക് ആത്മാവിനെ തന്നത് ഏറ്റവും വലിയ ദാനമാണ്. യേശുക്രിസ്തുവിൻ്റെ ആത്മാവിനെ തന്നത് എന്നെയും നിങ്ങളെയും ജീവൻ നിലനിർത്താൻ വേണ്ടിയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഏത് നേരം നമ്മൾ ആത്മാവ്, കർത്താവേ, ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കുവാൻ അറിയുമെങ്കിൽ സ്നേഹിക്കുന്ന സ്വർഗസ്ഥനായ പിതാവ് യാചിക്കുന്നവർക്ക് എന്ത് ചെയ്യണം? അപ്പോൾ പറ, യാചിക്കണം എന്ന് പറ. യാചിക്കണം. എന്തിനു വേണ്ടിയാ? പരിശുദ്ധ ആത്മാവിൽ നിറഞ്ഞു തുളുമ്പുവാൻ. ഓവർഫ്ലോ, പറഞ്ഞേ, ഓവർഫ്ലോ. കവിഞ്ഞൊഴുകുവാൻ. ആത്മാവിൻ്റെ നിറവ്, പറഞ്ഞേ, ആത്മാവിൻ്റെ നിറവ് നിരന്തരമായിട്ട്. ഞാൻ ഒരിക്കലും ഇങ്ങനെ ഡള്ളായിട്ടിരിക്കാൻ പാടില്ല. ജീവന്റെ ആത്മാവ് ഞാൻ അനേകം പേർക്ക് പകരുവാനുള്ളതാണ്. ഹല്ലേലൂയ. അപ്പോഴായിരിക്കും ഒരു ചത്തവൻ കയറി വരുന്നത് എൻ്റെ അടുത്തേക്ക്. ലോകത്തിലെല്ലാം ചത്തവരാ.
നമ്മളെന്താ ഉള്ളത്? ജീവനുള്ളവരാ. ഇവന് ഒന്ന് തൊട്ടാൽ മതി, ഷോക്കടിച്ച പോലെ അവൻ്റെ ഉള്ളിലേക്ക് ജീവൻ കയറും. എത്ര പേർ അറിയുന്നുണ്ടത്? ഈ ആനയ്ക്ക് ആനയുടെ ശക്തി അറിയാൻ പാടില്ലെന്ന് പറഞ്ഞാൽ വിശ്വാസികൾക്ക് വിശ്വാസികളുടെ ശക്തി അറിയില്ല. ആനയ്ക്ക് വിവരം തന്നെ എപ്പോഴാണ് അറിയാം? മതം ഇളകുമ്പോഴാണ്. ആദ്യം ആ പാപ്പാനെ എടുത്ത് വലിച്ചെറിയും. അതുവരെ അറിഞ്ഞില്ല അവൻ. അതുവരെ ഒരു ചെറിയ ഒരു കുട്ടിപ്പാപ്പാൻ നിന്നിട്ട് നിക്കടാനെ, എടാ അയാളാനെ. അപ്പോൾ ആന കാല് പൊക്കടാനെന്ന് പറഞ്ഞു. കുറച്ച് കഴിയുമ്പോഴെന്താ മതം ഇളകും അവന്. എടാ ഇത് ഏത് ചിരട്ടയാണ് വിളിക്കുന്നത്? ആ ചിരട്ടനെ പിടിച്ച് ആദ്യം പിടിച്ചിട്ട് അങ്ങോട്ട് തൂക്കി. പറഞ്ഞ മനസ്സിലായില്ലേ? ഇന്ന് വിശ്വാസികൾ അറിയണം നമ്മുടെ ഉള്ളിൽ ആരാണ്. എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാളും ശക്തനാണ്. എൻ്റെ ഉള്ളിൽ ക്രിസ്തുവിൻ്റെ ജീവനുണ്ട്. പറഞ്ഞേ, എൻ്റെ ഉള്ളിൽ ക്രിസ്തുവിൻ്റെ തുടിപ്പ്, ജീവൻ, ജീവൻ. ഹല്ലേലൂയ. ഇത് വെച്ച് ആൾക്കാർ തെറി പറയാനുള്ളതല്ല കേട്ടോ, ജീവൻ പകരാൻ വേണ്ടിയുള്ളതാ. ഓട്ടോറിക്ഷക്കാരായിട്ട് ഇടിയുണ്ടാക്കാൻ വേണ്ടിയല്ല. അടുത്ത ഓട്ടോറിക്ഷക്കാരായിട്ട് പ്ലീസ് ചെയ്യല്ലേ. ഓട്ടോറിക്ഷക്കാരവരെ പണിക്ക് വിടുക, അവരെ എന്തെങ്കിലും ചെയ്യട്ടെ. ഇവിടെ ഓട്ടോറിക്ഷക്കാരുണ്ട് എന്നോട് ക്ഷമിക്കണം കേട്ടോ. അവർക്ക് ആ ഓട്ടോറിക്ഷയുടെ മെയിൻ്റനൻസ് എന്താണെന്ന് എനിക്കറിയാം. ഭയങ്കര മെയിൻ്റനൻസാണ്. പോട്ടെ, 5 രൂപ 6 രൂപ കൂടുതൽ കൊടുക്കും. പക്ഷേ കർത്താവിൻ്റെ ജീവൻ നമ്മുടെ ഉള്ളിലുണ്ട്. മരിച്ച ആൾക്കാർക്ക് പിശാച് രാജ്യത്തിലിരിക്കുന്ന കുറേ പേരുണ്ട് നമ്മുടെ ചുറ്റും. ജീവൻ പകരാൻ വേണ്ടി നിങ്ങളുടെ ഒരു സ്പർശനം വേണം, നിങ്ങളുടെ ഒരു വാക്ക് വേണം. ജീവൻ്റെ മൊഴികൾ നിൻ്റെ ഉള്ളിലുണ്ട്, എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ സംസാരിക്കുമ്പോൾ അനേകം പേർക്ക് ജീവൻ പകരുവാനും ജീവൻ അവിടെ ചെല്ലുവാനും ജീവൻ എത്തിക്കുവാനും ഇടയായിത്തീരും. ആമേൻ. അപ്പോൾ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. 1 ആത്മാവ്, 2 ആത്മാവിൽ നടക്കണം. 3-ാമത്തെ കാര്യം ക്രിസ്തുവിൽ വസിക്കണം. ക്രിസ്തുവിൽ വസിക്കുക എന്ന് പറയുമ്പോൾ എളുപ്പമാണ്. ക്രിസ്തുവിൽ എന്ന 14-ാം അധ്യായത്തിൽ പറയുന്ന കർത്താവിൻ്റെ വചനം, യോഹന്നാൻ്റെ 14-ാം അധ്യായത്തിൽ പറയുന്നത് 7-ാം വാക്യം ഒന്ന് വായിച്ചേ. 6ഉം 7ഉം വായിക്കും. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാനാണ് എന്താണ്? വഴിയും സത്യവും ജീവനും. പിന്നെന്താ പറയുന്നത്? താഴത്തേക്ക് വായിക്കും, ആരും വരുന്നില്ല. 15-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം വായിക്കുന്നേ. എന്നിൽ വസിക്കാതെ, കണ്ട, ഞാനാകുന്നു വഴിയും സത്യവും ജീവൻ. അപ്പം ജീവൻ എവിടെ നിന്നാണ് കിട്ടുന്നത്? ക്രിസ്തുവിൽ നിന്ന്. വഴി എങ്ങനെ അറിയുന്നത്? ക്രിസ്തുവിൽ. ഹല്ലേലൂയ. ഞാനാകുന്നു വഴിയും സത്യവും. ആരാണ്? യേശു തന്നെ. അപ്പോൾ യേശുവാണ് വഴിയും സത്യവും ജീവനുമെങ്കിൽ 15-ാം അധ്യായത്തിൽ 6-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകും. അടുത്ത ആൾ പറ, ഉണക്കുണ്ടെങ്കിൽ തിരിച്ച് കയറാൻ പറ. ഉണക്കുണ്ടെങ്കിലേ ആരെങ്കിലും ഉണങ്ങിയ അവസ്ഥയുണ്ടോ? ഉണ്ടോ? ഉണക്കുണ്ടോ? ഇല്ലല്ല. ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. എനിക്ക് ഇടയ്ക്ക് ഉണക്ക് വരാറുണ്ട്. അതെ, നിങ്ങളുടെ കാര്യം എനിക്കറിയാൻ പാടില്ല. ഇടയ്ക്ക് ഞാൻ എന്ത് ചെയ്യും? കർത്താവിനെ കയറി പിടിക്കും. ഹല്ലേലൂയ. ദൈവം നമ്മളെ വിളിക്കുന്നത് അവനിലേക്ക് ചേരാനാ. ആമേൻ. 3-ാമത്തെ കാര്യം എന്താണ് ഞാൻ പറഞ്ഞത്? ആത്മാവ് പ്രാപിക്കുക, ആത്മാവിൽ നടക്കുക. 3, ക്രിസ്തുവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ വചനം. പാസ്റ്റർ 5 അധ്യായത്തിൽ പറഞ്ഞത്. എത്ര പേര് വായിക്കുന്നുണ്ട്? കാര്യം കൈവക്കണ്ട, ഞാൻ പറയണില്ല, എനിക്ക് നിങ്ങളെ ലജ്ജിപ്പിക്കാൻ താല്പര്യമില്ല. ഒരു 3 വചനമെങ്കിലും 3 അധ്യായമെങ്കിലും വായിക്കും പ്ലീസ്. അടുത്ത ആൾ പറ, പ്ലീസ് വായിക്കാം. അല്ലാണ്ട് കാര്യമില്ല. ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്? നമ്മളിവിടെ ജോലിയും ശമ്പളവും എല്ലാം മേടിച്ചു കൂട്ടുന്നത്. അവിടെ ചെല്ലുമ്പോൾ അതൊന്നും അവിടെ ഉണ്ടാവില്ല. ജോലി എടാ, എൻ്റെ ശമ്പളമൊക്കെ അവിടെ പോയാ ബാങ്കിലിരിപ്പുണ്ട്, നീ അവിടെ മുകളിലാ. ബാങ്കിലെല്ലാം ഇരിപ്പുണ്ട്. ഏതോ പിച്ചക്കാരൻ മരിച്ചു പോയപ്പോഴേ കയ്യിൽ 7 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. പിച്ചക്കാരനായിട്ട് ജീവിക്കുക, പാവം. 7 ലക്ഷം രൂപ ഉണ്ടായിരുന്നു പൊതിയിൽ. ആ പൊതി ഇട്ടച്ചും പോയത്. അവിടെ പോയപ്പോൾ പൊതി താഴെ വെച്ച് മറന്നുപോയി. കർത്താവിൻ്റെ സന്നിധിയിൽ ഇതുപോലെ തന്നെ ഈ ഭൂമിയിലുള്ള കാര്യങ്ങളെല്ലാം അത് നശ്വര, അത് ചീഞ്ഞ് നാറുന്നതെല്ലാം അവിടെ എത്തുമ്പോൾ അതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്തായാലും.
കർത്താവിനെ കുറിച്ച് വല്ല അറിവോടുകൂടി പോ. എൻ്റെ അപ്പം മരിക്കാൻ നേരത്തെ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എടാ ഞാനായാലും പോകാൻ പോവാ, കർത്താവിൻ്റെ വല്ലതും പ്രാപിക്കാൻ വേണ്ടി നീ അവിടെ ഇരിക്കുമ്പോൾ എനിക്ക് കുറച്ച് വചനം വായിച്ചാൽ അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഞാൻ പ്രാപിച്ച് ഞാൻ പോട്ടെ. കാരണം വേറെ ഒന്നും എനിക്ക് കൊണ്ടുപോകാനില്ല. അല്ല, എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസും എൻ്റെ പഴയ റിട്ടയർമെൻറ്റ് പേപ്പർ എല്ലാം എനിക്ക് ഒന്നുകൂടെ കാണണം. ഫോട്ടോ ആൽബം, ഇതൊക്കെ വല്ല കാര്യമുണ്ടോ കണ്ടിട്ട്? കർത്താവിൻ്റെ സന്നിധി പോകാൻ പോവാ. അല്ല, എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഡ്രോയിൽ ഇരിപ്പുണ്ട്, ഒന്നും കൂടെ ഒന്ന് കണ്ടോട്ടെ. മരിക്കാൻ പോണ ആളാ, വല്ല ആവശ്യമുണ്ടോ? കർത്താവിനെ കുറിച്ച് വല്ല കാര്യങ്ങൾ പറഞ്ഞാടാ. അവിടെ എത്തുമ്പോൾ എനിക്ക് അവിടെ എത്താനുള്ളതാ, മര്യാദയ്ക്ക് എത്താനുള്ളത് എനിക്ക് അവിടെ കണ്ട. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ എത്തണമെങ്കിൽ വചനം വേണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ തോന്നലായിരിക്കും നമ്മൾ ചെയ്യുന്നതൊക്കെ. ഒരാൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് ആ പെണ്ണിനെ കല്യാണം കഴിക്കണം എന്നൊരു തോന്നൽ വന്നിരിക്കുക. നന്നാം സംഭവമാണ്. ഞാൻ തോന്നലേ കൊള്ളാം, പക്ഷെ അത് നടക്കൂലെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് വല്ല വചനം കിട്ടിയോ? ആ വചനമൊന്നും കിട്ടിയില്ല. കാലത്ത് പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ അവളുടെ മുഖമാണ് എൻ്റെ മുമ്പിൽ തെളിഞ്ഞു. എടാ വട്ടുപിടിച്ചാൽ പിന്നെ നിന്റെ അതേ വരുവുള്ളൂ നിനക്ക്. നിന്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ വചനം കൊണ്ട് നിറയ്ക്കേ. അപ്പോൾ ദൈവമാണ് സംസാരിക്കുകയെന്ന് നമുക്കറിയാൻ പറ്റും. ഹല്ലേലൂയ. ഞാൻ ഒരാളിനോട് നിർണായകമായിട്ട് തീരുമാനം എടുക്കാം. ഞാൻ എവിടെ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഏത് വചനപ്രകാരമാണ് നിനക്ക് തീരുമാനം എടുക്കാൻ പറ്റിയെന്ന് ചോദിച്ചു. ഇല്ല, ഏത് പ്രവാചകൻ പറഞ്ഞാണ്? പ്രവാചകൻ അവനും പോട്ടെ അമേരിക്കയിലേക്ക്, നീ എന്തിനാ പോണ? അവന് കിട്ടിയെങ്കിൽ അവൻ പോട്ടെ, നിനക്ക് കിട്ടിയോ? അവൻ പറഞ്ഞുകൊണ്ട് നീ ആരാ നയിക്കേണ്ടത്? നമ്മളാ പ്രവാചകനാ നയിക്കേണ്ടത്? പ്രവാചകന്മാർ നയിച്ചവരൊക്കെ ദൈവമക്കളാണെന്ന് ബൈബിളിൽ വചനമുണ്ട്. അങ്ങനെ വല്ല വചനമുണ്ടോ? ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരത്രേ. അപ്പോൾ ആത്മാവിനാൽ നയിക്കപ്പെടണ്ടേ? ദൈവത്തിൻ്റെ വചനം നമ്മളെ നയിക്കണ്ടേ? പ്രവാചകന്മാരുടെ പിന്നാലെ പോലെട്ടാ, കുഴി വീഴും. പ്രവാചകൻ കേട്ടോ, പക്ഷെ നിന്നോട് ദൈവം സംസാരിക്കുന്നതല്ലാത്തതൊന്നും നിന്നെ നയിക്കുവാനിടയാകരുത്. മനുഷ്യനിൽ ആശ്രയിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ശരിയാണോ? ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രാപിക്കുക, ഒരു വചനം കിട്ടുക, ഒരു ദർശനം. കർത്താവ് എനിക്ക് 2-3 സാക്ഷ്യം നിമിത്തം ഏത് കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൽ വസിക്കതനം. കർത്താവ് മത്സ്യത്തെ ഉണ്ടാക്കിയ എന്തിനുവേണ്ടിയാണ് അറിയാവോ? വെള്ളത്തിൽ ജീവിക്കാൻ വേണ്ടിയാണ്. പക്ഷികളെ, പറക്കുന്ന പക്ഷികൾ, ഇഷ്ടംപോലെ പക്ഷികളുണ്ട്, കോഴിയൊക്കെ ഉണ്ട്, താഴെ കിടന്ന് ചിക്കുന്ന കോഴിയുണ്ട്. അതല്ല, പറക്കുന്ന പക്ഷികൾ ദൈവം ഉണ്ടാക്കിയത് പറക്കാൻ വേണ്ടിയാണ്. അവർക്ക് വായു കൊടുത്തിട്ടുണ്ട് പറക്കാൻ വേണ്ടി. നമ്മളവിടെ എയറോപ്ലെയിനും പറത്തുന്നുണ്ട്. അത് വേറെ മനുഷ്യൻ്റെ ബുദ്ധിയുണ്ട്. പോട്ടെ, നമ്മൾ എയറോപ്ലെയിനിൽ സഞ്ചരിക്കാൻ വേണ്ടിയല്ല നമ്മളുണ്ടാക്കിയിരിക്കുന്നത്, ഭൂമിയിൽ നടക്കുവാനും ആത്മീയ തലത്തിൽ കർത്താവിൻ്റെ കൂടെ നടക്കുവാനാണ്. കാരണം മത്സ്യത്തിന് വെള്ളം, ജീവൻ പ്രാപിക്കാൻ വെള്ളം വേണമെങ്കിൽ ഞാനും നിങ്ങളും കർത്താവില്ലാതെ ചത്തുപോകും. കർത്താവില്ലെങ്കിൽ നമുക്ക് ജീവനില്ല. ക്ലിയർ? എത്രയൊക്കെ മനസ്സിലായി ഞാൻ പറഞ്ഞു? വായു ഇല്ലെങ്കിൽ പക്ഷിക്ക് പറക്കാൻ പറ്റുമോ? നമുക്ക് ജീവനില്ലെങ്കിൽ ഉണ്ടല്ല, ഞാനും നിങ്ങളും ചത്ത അവസ്ഥയിലാ. അതുകൊണ്ടാണ് കർത്താവ് നമ്മളെ സൃഷ്ടിച്ചപ്പോൾ നമ്മുടെ മൂക്കിലേക്ക് ജീവശ്വാസമൂതി ജീവിക്കുന്ന ദേഹിയായി മാറി. ആണോ? ദൈവം ഒരു കാര്യം പഠിപ്പിക്കുകയാണ്. എടാ മോനെ, ഈ ജീവശ്വാസം, ഈ പരിശുദ്ധാത്മാവിൻ്റെ ബ്രത്ത് ഓഫ് ദ ഹോളി സ്പിരിറ്റ് നിനക്കില്ല എങ്കിൽ നീ ചത്തുപോവും. 3 കാര്യങ്ങൾ ക്ലിയർ ആയ? ഹല്ലേലൂയ. 1, ആത്മാവിൽ ജീവിക്കണം. 2, ആത്മാവിൽ നിറഞ്ഞ് നടക്കണം. ആത്മാവിൽ നടക്കാൻ പറഞ്ഞ എന്തിനാണെന്നറിയോ? ഗലാത്യർ അതിന് 5-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം പോലും വായിച്ച് ഞങ്ങളത് ക്ലോസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഞാൻ അടുത്ത 3 അടുത്ത പ്രാവശ്യം പറയാം, ഈ ടൈം ഉണ്ടാവില്ല. നമ്മൾ പറയുന്ന മര്യാദയ്ക്ക് പറയാം. ഗലാത്യർ 5-ാം അധ്യായം ഇവിടെ പറയുന്നത്, നമ്മുടെ ഉള്ളിൽ നമുക്കൊരു യുദ്ധമുണ്ട് മക്കളെ. എന്താ അവിടെ പറഞ്ഞത്? ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു.
നിങ്ങൾ ഇച്ഛിക്കുന്നത് ആര് തമ്മില്? ജഡവും ആത്മാവും തമ്മില് ഒരു യുദ്ധം നടക്കുകയാണ്. നിങ്ങളുടെ ഉള്ളിലുണ്ടോ? ഉണ്ടെന്ന് പറ. ഇല്ല. ഉണ്ടെന്ന് പറ. ഇല്ലെങ്കിൽ നിങ്ങൾ നമ്മൾ മനുഷ്യരല്ല, നിങ്ങൾ യന്ത്രമനുഷ്യന്മാരാ. നമ്മൾ മനുഷ്യരാണെങ്കിലുണ്ടല്ല, നമ്മുടെ ഉള്ളിൽ ഈ ഒരു വടംവലിയുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ആ പോരാട്ടം, നമ്മൾ എന്തിനാണ് നമ്മൾ ഫീഡ് ചെയ്യണത്, അതാണ് വളരാൻ പോകുന്നത്. ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് അമ്മച്ചിയുടെ വീടുണ്ട്. അമ്മച്ചിയുടെ വീട്ടിൻ്റെ അവിടെ ഒരു കുളമുണ്ട്, ഈ താമരക്കുളം. അതിൽ ഈ കുറച്ച് എൻ്റെ സഹോദരൻ വന്നപ്പോൾ കുറേ ഗപ്പികളെ പിടിച്ചിട്ട് കൊതുക് ബ്രീഡ് ചെയ്യണ്ടെന്ന് പറഞ്ഞ് ഹെൽത്തുകാർ വന്ന് പിടിച്ചോണ്ട് പോകട്ടെ. വീട്ടിൽ കുളമൊക്കെ ഉണ്ടെങ്കിൽ മൂടിക്കോ, ഹെൽത്തുകാർ പിടിച്ചോണ്ട് പോകും. അപ്പോൾ അവിടെ ഗപ്പികളെ പിടിച്ചിട്ട് ഈ കൊതുകിൻ്റെ എന്താ അതിനെ പറയാം, അതിനൊക്കെ പിടിച്ച് തിന്നാൻ വേണ്ടി, കൂത്താടികളല്ലേ, അതിനൊക്കെ പിടിച്ച് തിന്നാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നെറ്റിട്ടിനേക്കാളും മുമ്പ് അതിൻ്റെ അകത്ത് വാൽമാക്രികളുണ്ടായിരുന്നു. കുഞ്ഞു കുഞ്ഞു വാൽമാക്രികൾ. പാവങ്ങളല്ലേ, ഒന്നും ചെയ്തെന്ന് വിചാരിച്ച് തീറ്റ കൊടുക്കാൻ തുടങ്ങി. വാൽമാക്രികൾ നല്ലോണം വീർക്കാൻ തുടങ്ങി. അവസാനം ഈ ഗപ്പികളൊക്കെ വാൽമാക്രികൾ വലുതായി തവള പിടിച്ച് തിന്ന്. അടുത്ത ആൾ പറ, തവളേനെ തീറ്റരുതെന്ന് പറ. ഇതാണ് നമ്മൾ വായിച്ചപ്പാ. ജഡത്തെ തീറ്റിയാലുണ്ടല്ല, ആത്മാവിന് ചത്തു, ആത്മാവിനെ കൊന്നുകളയും. തവളയ്ക്ക് തീറ്റ കൊടുക്കരുത്, തവള പോലെ വീർക്കും. ആരുടെയും വണ്ണത്തെക്കുറിച്ച് പറഞ്ഞല്ലാട്ടെ. ജഡത്തിന് നമ്മൾ തീറ്റ കൊടുത്താൽ ജഡീകമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ പ്രാപിക്കുന്നതെങ്കിൽ ആത്മാവ് കെട്ടുപോകും. അതുകൊണ്ട് അവിടെ പറയുന്നത് ജഡാഭിലാഷവും ആത്മാവും നമ്മൾ തമ്മിലൊരു വലിയൊരു നമ്മൾ തമ്മിൽ നമുക്കൊരു യുദ്ധം നമ്മുടെ ഉള്ളിലുണ്ട്. അത് ആദ്യം മനസ്സിലാക്കണം. അതുകൊണ്ട് എഫീസ്യർ 3:16 അനുസരിച്ച് ഞങ്ങളുടെ അകത്ത മനുഷ്യനെ ശക്തിയോടെ ബലപ്പെടുത്തണം. അപ്പോൾ നിങ്ങൾക്കൊരു ഇന്നൊരു ദൗത്യമുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും. അത് എന്തിനാണ് വചനം വായിക്കുന്നത്? വചനം എന്ന് പറയുന്നത് ഡെയിലി ബ്രെഡാണ്. എല്ലാവരും പറഞ്ഞേ, ദിവസത്തെ അന്നന്നത്തെ ആഹാരമാണ് പറ. അന്നന്ന് വേണ്ടിയ ആഹാരം എന്ന് പറയുന്നത് വചനമാണ്. ഇന്ന് പലപ്പോഴും നമ്മൾ ഈ പ്രാർത്ഥിക്കുമ്പോഴുണ്ടല്ല, അന്നന്ന് വേണ്ട ആഹാരം തരുന്നത് പറഞ്ഞാൽ അപ്പോൾ റൊട്ടിയും ബ്രെഡും ബട്ടറൊക്കെ എല്ലാവരും പറഞ്ഞു. അതൊന്നുമല്ല. അതിനുവേണ്ടി അത് നമുക്ക് പ്രാർത്ഥിച്ചില്ലെങ്കിൽ ദൈവം തരും. പക്ഷെ നമുക്ക് വേണ്ട ഒരു കാര്യമുണ്ട്. അന്നന്ന് വേണ്ട ആഹാരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വായിൽ നിന്ന് വീഴുന്ന വചനമാണ്. ക്ലിയറായോ? ഈ വചനം 3 തരത്തിലുണ്ട്, ശ്രദ്ധിച്ചോളണം. ഒരു വചനം എന്ന് പറയുന്നത് എഴുതപ്പെട്ട വചനം. അത് കുഴപ്പമില്ല, നമുക്ക് ഇൻഫർമേഷൻ കിട്ടും. അതുകൊണ്ട് പലരും അതിനെക്കുറിച്ച് വളരെയധികം എഴുതിയിട്ടുണ്ട്, പുസ്തകമൊക്കെ എഴുതാൻ പറ്റും. ഇൻഫർമേഷൻ, വിവരം കിട്ടും, ശരിയല്ലേ? പക്ഷെ അതിന് അടുത്തൊരു പടിയുണ്ട്, റിവീൽഡ് വേർഡ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ വെളിപ്പെടുത്തി കിട്ടിയ വചനം, ദൈവത്തിൻ്റെ വെളിപ്പാട്. അതെന്താണ്? നമ്മൾ ഈ വായിച്ച വചനം ദൈവം നമുക്ക് തിരിച്ചു തരും. വെളിപ്പാടിൻ്റെ വചനം എന്ന് പറയുന്നത് റേമ വചനം എന്ന് പറയും. ഇറ്റ്സ് എ റിവീൽഡ് വേർഡ് ഓഫ് ഗോഡ്. ആ റിവീൽഡ് വേർഡ് ഓഫ് ഗോഡാണ് നമ്മുടെ ഉള്ളിലേക്ക് കുത്തിത്തൊളഞ്ഞ് കയറുന്നത്. എബ്രായർ 4:12 അനുസരിച്ച് നിന്റെ ഉള്ളിലേക്ക് കുത്തിത്തൊളച്ച് കയറി ആത്മാവിനെയും പ്രാണനെയും വിച്ഛേദിച്ച് മാത്രമല്ല, നിന്റെ ഉള്ളിലുള്ള നിന്റെ ചിന്തനകളെയും നിന്റെ ഭാവങ്ങളെ എല്ലാം തുറന്നു കാണിക്കുന്ന ഒരു വചനത്തിന് ശക്തിയുണ്ട്. ദാറ്റ് ഈസ് എ റിവീൽഡ് വേർഡ് ഓഫ് ഗോഡ്. അപ്പോൾ ദൈവത്തിൻ്റെ ആദ്യത്തെ നമ്മൾ എഴുതപ്പെട്ട വചനം വായിച്ച് ധ്യാനിക്കണം. അല്ലേ പറയാം, ധ്യാനിക്കണം. ധ്യാനിക്കാതെ കിട്ടില്ല കേട്ടാ. ധ്യാനിക്കുക എന്ന് പറയുന്നത് അതിനെ നമ്മൾ എന്ത് ചെയ്യും? ഉരുവിട്ട് ഹൃദയത്തിലേക്ക് ഇറക്കണം. ഒരടിയുള്ളൂ തലേന്ന് ഹൃദയം വരെ, അത് ഇറങ്ങൂല. വചനം വായിച്ചാൽ മാത്രം പോരാ,
അടുത്തുള്ള വചനം വായിച്ചിട്ട് ഒരു പ്രയോജനമില്ലെന്ന് പറ. വിവരം കിട്ടുക അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ആത്മാവിൻ്റെ ശക്തിയാൽ ദൈവത്തിൻ്റെ അരുളപ്പാട് നമ്മൾ പ്രാപിച്ച്, ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രാപിച്ച് ഹൃദയത്തിലേക്ക് ഇറക്കുമ്പോൾ അതിനെന്ത് പറയുന്നു അറിയാമോ? അത് അപ്ലൈ ചെയ്യാൻ, അതിനനുസരിക്കുവാനുള്ള ഒരു വലിയ ഒരു കൃപ ദൈവം നമുക്ക് തരും. അത് റിവീൽഡ് വേർഡാണ്, വെറുതെ വചനമല്ല. ദൈവം തന്ന ദൈവത്തിൻ്റെ അരുളപ്പാടായ ദ റിവീൽഡ് വേർഡ് വിൽ ടച്ച് അവർ ഹാർട്ട്സ്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് തുളച്ച് കയറും അവൻ. അത് ചെയ്യുമ്പോഴുണ്ടല്ല, ജീവിതത്തിൽ നമുക്കത് അനുസരിക്കുവാനുള്ള കൃപ ദൈവം തരും. ആപ്ലിക്കേഷൻ എന്ന് പറയും. അപ്പോൾ ഇത്ര നാൾ എന്തായിരുന്നു? ആദ്യം വചനം കേട്ട് ഇൻഫർമേഷൻ, ഇൻഫർമേഷൻ മാറിയിട്ട് റെവലേഷൻ, റെവലേഷൻ മാറിയിട്ട് ആപ്ലിക്കേഷൻ, ആപ്ലിക്കേഷൻ മാറി ട്രാൻസ്ഫർമേഷൻ, രൂപാന്തരം. ദൈവത്തിൻ്റെ വചനം ക്രിസ്തുവിനെ പോലെ ആക്കി തീർക്കുവാൻ ഞാൻ പറഞ്ഞ ഒരിക്കലും നമ്മൾ ആദ്യത്തെ കുറിവാക്യം മറക്കരുത്. 2 കൊറിന്ത്യർ 3:18 പറയുന്ന പോലെ ക്രിസ്തുവിനെ പോലെ ആക്കി തീർക്കുവാൻ ദൈവത്തിൻ്റെ പദ്ധതി അവിടെ നടപ്പിലാകും. ദൈവം ചെയ്യുന്ന പണിയാണ്, നമ്മുടെ പണിയല്ല. അതാണ് ഞാൻ നിങ്ങളിൽ തുടങ്ങി വെച്ച പണി കർത്താവിൻ്റെ നാൾ വരെയും അതിൻ്റെ പൂർത്തീകരണത്തിൽ കൊണ്ടുവരുമെന്ന് കർത്താവ് പറഞ്ഞത്. അപ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാട്, ദൈവത്തിൻ്റെ റിവീൽഡ് വേർഡ് ഇസ് ഗോയിങ് ടു ചേഞ്ച് യു. ഞാൻ അതിനുവേണ്ടി തന്നെ സമർപ്പിക്കണം. എല്ലാവരും പറഞ്ഞേ, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ വചനം ക്രിയ ചെയ്യുവാനായി എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഈ ട്രാൻസ്ഫോർമേഷൻ പവർ ഉള്ള വേർഡ് ദൈവത്തിൻ്റെ വചനത്തിന് നമ്മളെ മാറ്റിമറിക്കുവാൻ സാധിക്കും. ഏത് ക്രിമിനലിനെയും, ഏതൊരു പാപിയെയും, നിന്റെ പാപം കടും ചുവപ്പാണെങ്കിൽ അതിനെ ഹിമം പോലെ വെളുപ്പിച്ച് കർത്താവിനെ പോലെ ആക്കി തീർക്കുവാൻ എൻ്റെ കർത്താവിൻ്റെ വചനത്തിന്, അരുളപ്പാട് കിട്ടിയ വചനത്തിന്, റേമ വചനത്തിന് സാധിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം ഇന്ന് ഞാൻ തന്ന എക്സസൈസ് എന്താണ്? 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞോളൂ. ഞാൻ അടുത്ത 3 കാര്യം അടുത്ത പ്രാവശ്യം പറയാം. എന്നോട് പറയാൻ പോയി നിങ്ങളുടെ ഉള്ളിൽ എടുക്കാൻ പറ്റില്ല. 1, ഞാൻ പറഞ്ഞത് ആത്മാവിൻ്റെ ജീവൻ പ്രാപിക്കുക. 2, ആത്മാവിൽ നടക്കണം, ക്രിസ്തുവിൽ വസിക്കണം. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ജീവിതത്തിൽ വലിയ മാറ്റം വരാൻ തുടങ്ങും. 2024 കഴിയാറായി. അടുത്തുള്ള കാലം കഴിയാറായി എന്ന് പറ. 2024 കഴിയാറായി. 25ലേക്ക് പ്രവേശിക്കാൻ പോവാ. റെഡിയാണോ കയറാൻ? ഇത് 3 നിങ്ങൾ റെഡിയാണ്? ഇത് 3 എഴുതി വെച്ചു ഇപ്പം തന്നെ. ആത്മാവിൽ 2, ആത്മാവിൽ നടക്കുക. പിന്നെ എന്ത് ചെയ്യണം? ക്രിസ്തുവിൽ. ഇത് 3 തയ്യാറാണെങ്കിൽ ഉണ്ടല്ല, 2025 വെള്ളി വർഷമായി മാറും, സിൽവർ ഇയറായി മാറാൻ പോവാ. അല്ലെങ്കിൽ വേറെ വർഷം തദൈവ വന്ന് പോയി, ദാ വന്ന് കണ്ടില്ലേ പോയി. അത് മതിയാ? ഒരു മാറ്റത്തിൻ്റെ വർഷമാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഒരു പുതിയ സീസണാണ് താല്പര്യമുണ്ടോ? നമ്മൾ അതിലേക്ക് നമ്മൾ വെൽക്കം ചെയ്യാൻ പോകുന്നത് ഈ 3. പാസ്റ്ററിന് വചനം വായിക്കാൻ പറഞ്ഞാൽ ഇരുന്ന് വായിച്ചോളണം. വായിക്കുക മാത്രമല്ല, വചനം പഠിക്കണം, ധ്യാനിക്കണം, മനപ്പാഠമാക്കുക. നമ്മുടെ ഉള്ളിൽ നമ്മുടെ ജീവനാക്കട്ടെ. ഈ മീൻ വെള്ളത്തിൽ ജീവിക്കുന്നത് പോലെ ആത്മാവിൽ ജീവിക്കുക, വചനത്തിൻ്റെ ഉള്ളിൽ ജീവിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്നാനപ്പെടുമ്പോഴുണ്ടല്ലോ വെള്ളം നമ്മൾ മുക്കിയെടുക്കുന്നത്. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് മുക്കിയെടുക്കണമെന്ന്. കർത്താവ് നമ്മളെ കാണിക്കുകയാണ്, ക്രിസ്തുവിൽ മുക്കിയെടുക്കുക. ആമേൻ, ഹല്ലേലൂയ. 3 കാര്യങ്ങൾ എന്തൊക്കെയാ? ആത്മാവിൽ ജീവൻ പ്രാപിക്കുക. 2, ആത്മാവിൽ നിറഞ്ഞ് നടക്കുക. 3, ക്രിസ്തുവിൽ വസിക്കുക. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ വചനം നമ്മുടെ ജീവൻ്റെ വചനം നമ്മുടെ ഭാഗമാക്കി തീർക്കുക. 3 കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഓർക്കാൻ തയ്യാറാണല്ല? പ്രാർത്ഥിക്കാൻ പോവാ. കർത്താവേ, അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. യേശുവിൻ്റെ നാമത്തിൽ. കർത്താവ്, ഇവിടെ ജീവൻ പ്രാപിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇവിടെ കർത്താവെ ആരെങ്കിലും ഇന്ന് പ്രയാസപ്പെട്ട്, ഇന്ന് ആത്മാവിൽ ക്ഷീണിച്ച അവസ്ഥയാണെങ്കിൽ, ഇന്ന് ഞങ്ങൾ ഈ വചനം അവരുടെ സംസാരിക്കുകയാണ്. ഇന്ന് ദൈവത്തിൻ്റെ ജീവൻ പ്രാപിച്ചവരായി തീരട്ടെ. മഹത്വം ഞങ്ങൾ അങ്ങേക്ക് നൽകുന്നു. എല്ലാവർക്കും എഴുന്നേക്കാം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.